കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ, അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരുന്ന ഭാഗം ആൻറ്റി ക്രൈസ്റ്റ് ആരാണ് എന്നതിനെ സംബന്ധിച്ചുള്ള വചനങ്ങളാണ് നമ്മൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പല ഉപദേശങ്ങളുമുണ്ട്. ആൻറ്റി ക്രൈസ്റ്റ് ബാബേൽ രാജാവാണ്, റോമൻ സാമ്രാജ്യത്തിലെ രാജാവാണ് ആയിരുന്നു, പഴയ സാമ്രാജ്യ ശക്തിയിൽ അധിപനായിരുന്നു. അസീറിയയാണ്. പിശാചിൻ്റെ ഒരു സംഘടനയുണ്ട്, പൈശാചികമായ ഒരു സംഘടന ഈ ലോകത്തിലുണ്ട്, അതിൻ്റെ നേതാവാണ്. അങ്ങനെ പലതരത്തിലുള്ള ദുരുപദേശങ്ങളും ഇന്ന് ലോകത്തിലുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വചനത്തിൽ എല്ലാം വളരെ കൃത്യമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ വചനങ്ങൾ പരിശോധിച്ച് വരാൻ പോകുന്ന ഏകലോകാധിപതി ആൻറ്റി ക്രൈസ്റ്റ് ആരാണെന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നത്. കർത്താവും അപ്പോസ്തലന്മാർ മുഖാന്തരവും പങ്കുവച്ചു തന്നിട്ടുള്ള വചനങ്ങൾ, പഴയ നിയമ പ്രവാചക വചനങ്ങൾ, ഇതൊക്കെയും പരിശോധിച്ചാണ് യഥാർത്ഥ സത്യം നാം കണ്ടെത്തുന്നത്. കർത്താവിൻ്റെ പരിശുദ്ധാത്മാവാണ് നമുക്കത് പൊരുൾ തിരിച്ചു തരുന്നത്. മാനുഷികമായ ബുദ്ധിയിലോ മറ്റ് തരത്തിലുള്ള പഠനങ്ങൾ മുഖാന്തരമൊന്നും നമുക്കത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. കർത്താവ് അത് പറഞ്ഞിട്ടുണ്ട്. കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും കഴിയുമെങ്കിൽ വ്രതന്മാരെ പോലും തെറ്റിക്കത്തക്ക അത്ഭുതങ്ങൾ, അടയാളങ്ങൾ കാണിക്കും. എൻ്റെ നാമത്തിൽ അനേകർ വരും, അവരെ വിശ്വസിക്കരുത്, അവരെ നിങ്ങൾ അനുഗമിക്കരുത് എന്ന് കർത്താവ് പ്രത്യേകം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിലാണ്. അപ്പോൾ ഈ ഭാഗത്ത് പ്രബോധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇപ്പോൾ പുതിയൊരു ഉപദേശമുണ്ട്. അസീറിയയാണ് വരാൻ പോകുന്ന ഏകലോകാധിപതി. ആൻറ്റി ക്രൈസ്റ്റ് അസീറിയയിൽ നിന്നാണ് എഴുന്നേൽക്കാൻ പോകുന്നത് എന്നൊരു പ്രബോധനം കേൾക്കുന്നുണ്ട്. പഴയ നിയമ കാലഘട്ടത്തിൽ, ഏശയ്യാ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അസീറിയൻ രാജാക്കന്മാർ വന്ന് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്, ആക്രമിച്ചിട്ടുണ്ട്, അവരടിമയാക്കി കൊണ്ടുപോയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള പ്രവചന ഭാഗങ്ങളൊക്കെ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്, യിരെമ്യാവിന്റെ പുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അസീറിയ രാജാവാണ് വരാൻ പോകുന്ന ആൻറ്റി ക്രൈസ്റ്റ്. റഷ്യ ഒരുപക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. എന്നാൽ അതിൻ്റെ അധിപനായിട്ട്, നേതാവായിട്ട്, ഏകലോകാധിപതിയായിട്ട് വരുന്ന ആള് അസീറിയൻ രാജാവാണ് എന്ന് പ്രബോധിപ്പിക്കുന്നുണ്ട്. ഇത് തിരുവചനാനുസരണമാണോ? ഇത് കഴിഞ്ഞ സംഭവമാണോ? കഴിഞ്ഞ സംഭവം ഇനി സംഭവിക്കാനിരിക്കുന്നതാണ് എന്ന് തെറ്റായ രീതിയിൽ മനസ്സിലാക്കി നമ്മളെ പഠിപ്പിക്കുന്നതാണോ എന്നുള്ളതെല്ലാം തിരുവചനത്തിൽ നിന്ന് തന്നെ നമുക്കത് പഠിക്കാവുന്നതാണ്. കർത്താവിൻ്റെ വചനത്തിലെല്ലാം ഉണ്ട്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് നമുക്ക് സാക്ഷ്യം തരുന്നത്. യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ച് നോക്കുകയും അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവൻ്റെ ആത്മാവത്രേ അവയെ കൂട്ടി വരുത്തിയത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കൂട്ടിവരുത്തിയ പരിശുദ്ധ വചനങ്ങളാണ്, വെളിപ്പാടുകളാണ്, പ്രവചനങ്ങളാണ് ബൈബിളിലുള്ളത്. ബൈബിളിനെ കുറിച്ചാണ് യഹോവയുടെ പുസ്തകത്തിൽ വായിച്ച് അന്വേഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ കൃത്യമായി നിറവേറിക്കൊണ്ടിരിക്കുന്നത്. പല പ്രവചനങ്ങളും നിവൃത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവിൽ അരുളി ചെയ്യപ്പെട്ട പല വചനങ്ങളും നിവൃത്തിയാകാറുണ്ട്. അപ്പോൾ അശൂർ രാജാവാണോ, അസീറിയൻ രാജാവാണോ വരാൻ പോകുന്ന ഏകലോകാധിപതി ആൻറ്റി ക്രൈസ്റ്റ്? അല്ലെങ്കിൽ അത് മുൻപേ കഴിഞ്ഞുപോയ സംഭവം പുതുതായിട്ട് സംഭവിക്കുമെന്ന് തെറ്റായി പഠിപ്പിക്കുന്നതാണോ? കർത്താവിൻ്റെ വചനമാകുന്ന ബൈബിളിൽ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അസീറിയൻ രാജാവ് ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയതായ ചരിത്രം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. ആ ഭാഗം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 36-ാം അധ്യായം. ഇത് BC 700 എഴുതപ്പെട്ട പുസ്തകമാണ്. ഏശയ്യാ പ്രവാചകൻ എന്നാണ് ജീവിച്ചിരുന്നത് എന്ന് ആ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന്റെ 1-ാം അധ്യായത്തിൽ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. യോഥാം, ആഹാസ്, ഹിസ്കിയാവ്
എന്നീ രാജാക്കന്മാരുടെ കാലത്ത് യെരുശലേമിനെ പറ്റി ദർശിച്ച ദർശനം എന്ന് പറഞ്ഞാണ് ഈ പ്രവചന ഗ്രന്ഥം തുടങ്ങുന്നത്. അപ്പോൾ ആ രാജാക്കന്മാരുടെ കാലഘട്ടം പരിശോധിക്കുമ്പോൾ ഏകദേശം BC 700, ഇന്നേക്ക് ചിന്തിക്കുമ്പോൾ 2730 വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനാണ്. അപ്പോൾ അസീറിയൻ രാജാവിനെ കുറിച്ച്, ആ രാജാവ് ആക്രമിക്കുന്നതിനെ കുറിച്ച്, ആക്രമിച്ച ചരിത്രം ആ പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ഉള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടില്ല. അസീറിയൻ രാജാവ് ഇനി ഭാവിയിൽ ആക്രമിക്കുമെന്നും ഇസ്രായേലിനെ കീഴ്പ്പെടുത്തുമെന്നും അതിനെ സംബന്ധിച്ച 10 രാജ്യങ്ങൾ എഴുന്നേൽക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അത് അസീറിയൻ രാജാവല്ല എന്ന് തെളിയിക്കുന്ന വചനങ്ങൾ വേറെയുമുണ്ട്. അപ്പോൾ ഇവിടെ ഇസ്രായേലിനെ കീഴ്പ്പെടുത്തിയതായ ഒരു സംഭവം ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നു. യെശയ്യാ പ്രവചനം 36-ാം അധ്യായം അതിൻ്റെ 1 മുതൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹിസ്കിയാ രാജാവിൻ്റെ 14-ാം ആണ്ടിൽ യഹൂദ രാജാവായ അശൂർ രാജാവായ സൻഹേരീബ് യഹൂദിയയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളുടെയും നേരെ പുറപ്പെട്ടു വന്ന് അവയെ പിടിച്ചു. അപ്പോൾ അശൂർ രാജാവ് ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയത് ഹിസ്കിയ രാജാവിൻ്റെ 14-ാം ആണ്ടിലാണ് എന്ന് വ്യക്തമായി ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അശൂർ രാജാവ് ഇസ്രായേലിനെ പിടിച്ച ഒരു ചരിത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷമാണ് ബാബേൽ രാജാവായ നബുക്കദ്നേസർ, സാമ്രാജ്യാധിപനായ നബുക്കദ്നേസർ വന്ന് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തി 70 കൊല്ലം അടിമകളാക്കി അവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ഈ 2 സംഭവങ്ങളും, അപ്പോൾ ബാബേൽ രാജാവായ നബുക്കദ്നേസർ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് മുൻപാണ് അശൂർ രാജാവ് കീഴ്പ്പെടുത്തിയത് എന്ന് യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞു പോയ സംഭവമാണ് എന്ന് നമുക്ക് തെളിവ് ലഭിക്കേണ്ടതാണ് ഈ ഭാഗം വായിക്കുന്നത്. എൻ്റെ യെരമ്യാ പ്രവചനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 50-ാം അധ്യായം യെരമ്യാ പ്രവചനം 50 BC 500 കാലയളവിൽ നബുക്കദ്നേസർ ബാബേൽ രാജാവായ നബുക്കദ്നേസർ വന്ന് ഇസ്രായേലിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊണ്ടുപോകുന്ന ആ പ്രവചനം വ്യക്തമായി 70 കൊല്ലം തന്നെ അടിമയായിട്ട് ഇസ്രായേലിനെ കൊണ്ടുപോകും, കീഴ്പ്പെടുത്തുമെന്ന് ആ സാക്ഷ്യപ്പെടുത്തിയ പ്രവാചകൻ യെരമ്യാവാണ്. യെശയ്യാ പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വ്യക്തമായിട്ട് 70 കൊല്ലം അടിമയായി പാർക്കേണ്ടി വരുമെന്ന് പ്രവചിച്ചത് യെരമ്യാ പ്രവാചകനാണ്. അത് ദാനിയേലിന്റെ പ്രവചനത്തിൽ ഏറ്റുപറയുന്നുണ്ട്. അപ്പോൾ ആ പ്രവാചകൻ അതിൻ്റെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 50-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിലൂടെ ഇങ്ങനെ വായിക്കുന്നു. ഇസ്രായേൽ ചിന്നിപ്പോയ ആട്ടിൻകൂട്ടമാകുന്നു, സിംഹങ്ങൾ അതിനെ ഓടിച്ചു കളഞ്ഞു. ആദ്യം അശൂർ രാജാവ് അതിനെ തിന്നു, ഒടുക്കം ഇപ്പോൾ ബാബേൽ രാജാവായ നബുക്കദ്നേസർ അതിൻ്റെ അസ്ഥികളെ ഒടിച്ചു കളഞ്ഞു. അപ്പോൾ അസീറിയൻ രാജാവ് ആദ്യം ആക്രമിച്ചു കഴിഞ്ഞു. അതിനുശേഷം ബാബേൽ രാജാവ് നബുക്കദ്നേസർ എന്നെ കീഴ്പ്പെടുത്തി. അപ്പോൾ ഈ 2 സംഭവങ്ങൾ കഴിഞ്ഞതാണ്. ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യമല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ മുൻപേ പ്രവചിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അശൂർ രാജാവ് കീഴ്പ്പെടുത്തും, ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് പ്രവചിച്ചു, അത് ആക്രമിച്ചു, കീഴ്പ്പെടുത്തി. എന്നാൽ ആക്രമിക്കും അല്ലെങ്കിൽ കീഴ്പ്പെടുത്തും എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം എടുത്തുകൊണ്ട് ഇനി വരാൻ പോകുന്ന ആന്റിക്രൈസ്റ്റ് ഈ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അശൂർ രാജാവാണ് വരാൻ പോകുന്നത്, അസീറിയൻ രാജാവാണ് ഇസ്രായേലിനെ ആക്രമിക്കാൻ പോകുന്നത്, സകല ജാതികളെയും കൂട്ടി വരാൻ പോകുന്നത്, റഷ്യയൊക്കെ കൂട്ടത്തിലുണ്ടായിരിക്കും, എന്നാൽ അതിൻ്റെ നേതൃത്വം അശൂർ രാജാവായിരിക്കും. 10 രാജ്യങ്ങൾ അസീറിയയിൽ നിന്ന് എഴുന്നേൽക്കും. അപ്പോൾ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല എന്ന് ആ പ്രബോധനത്തിൽ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. 10 രാജ്യങ്ങളായിട്ട് അസീറിയ മാറിയിട്ടില്ല. അസീറിയയിൽ നിന്ന് 10 രാജാക്കന്മാർ എഴുന്നേറ്റിട്ടില്ല. അപ്പോൾ ആന്റിക്രൈസ്റ്റിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന ഭാഗത്ത് 10 രാജ്യങ്ങൾ 10 രാജാക്കന്മാരാണ് ആന്റിക്രൈസ്റ്റിനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഈ 10 രാജാക്കന്മാർ ആ ഒരു രാജ്യത്തിൽ നിന്ന് തന്നെ ഉള്ളവരാണെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു രാജ്യം 10 10-ലധികമോ രാജ്യങ്ങളായി മാറി അതിലുള്ള 10 രാജാക്കന്മാർ, 10 രാജ്യങ്ങളാണ് ഒരുമിച്ച് നിന്ന് ആന്റിക്രൈസ്റ്റിനെ തിരഞ്ഞെടുക്കുന്നത്. എന്നാൽ ഈ 10 രാജാക്കന്മാരെല്ലാം ഒറ്റ രാജ്യത്തിൽ നിന്നുള്ളവർ തന്നെയാണ്. പണ്ടത് ഒരു രാജ്യമായിരുന്നു. അങ്ങനെ ഈ ഭൂമുഖത്ത് നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന, പ്രത്യേകിച്ച് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് സാക്ഷ്യം തരുന്നത്, റഷ്യയിൽ നിന്നാണ് ഈ 10 രാജ്യങ്ങൾ എഴുന്നേൽക്കുന്ന സാക്ഷ്യം കിട്ടുന്നുണ്ട് നമുക്ക്. കാരണം റഷ്യ ഇന്ന് 15 രാഷ്ട്രങ്ങളായി മാറി. പഴയ റൂഷ്യ എന്ന് പറയുന്ന, ബൈബിളിൽ പറയുമ്പോൾ ഹെസ്കേൽ പറഞ്ഞ
മേശക്, മോസ്കോയെ മേശക്, റോഷ്. പ്രത്യേകിച്ച് ഇനി പേരുകൊണ്ട് നമുക്ക് സംശയം തോന്നിയാലും വ്യക്തമായിട്ട് യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായത്തിൽ സാക്ഷ്യപ്പെടുന്നുണ്ട്. നിന്റെ ദിക്കിൽ നിന്ന്, വടക്കേ അറ്റത്ത് നിന്ന് തന്നെ നിന്നെ ഞാൻ ചൂണ്ടൽ കൊളുത്തി കൊണ്ടുവരും. നമ്മൾ മാപ്പെടുത്ത് നോക്കിക്കോ, ഇസ്രായേലിന്റെ നേരെ വടക്കേ അറ്റം ഉത്തരധ്രുവത്തിനോട് ചേർന്ന് നടക്കുന്ന രാജ്യം റഷ്യയാണ്. ഒറ്റ രാജ്യമായിരുന്നു. ഇന്ന് ആ ഒറ്റ രാജ്യമായിരുന്ന റഷ്യ ഇന്ന് 15 രാഷ്ട്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. 15 രാഷ്ട്രങ്ങളാണ് ഇന്ന് ആ റഷ്യ. പഴയ റഷ്യ ഇന്നത്തെ 15 രാഷ്ട്രങ്ങളാണ്. ഇവരൊക്കെ ഒറ്റ ആളുകൾ തന്നെ, ഒരു വിഭാഗം തന്നെയാണ്. അപ്പൊ അതൊക്കെ ഈ അന്ത്യകാലത്തുള്ള പ്രവചനങ്ങൾ നിവർത്തീകരിക്കപ്പെടതക്കോണം അത് കൃത്യമായി നിറവേറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദിക്കുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിക്കാം, വടക്കേ അറ്റത്ത് നിന്ന് തന്നെ നിന്നെ ഞാൻ ചൂണ്ടൽ കൊളുത്തി കൊണ്ടുവരും. അതിന്റെ നേതൃത്വവും ആ റഷ്യയിൽ നിന്ന് തന്നെയാണ്, അസീറിയയിൽ നിന്നല്ല. അസീറിയയുടെ ദിക്ക് നമ്മൾ നോക്കിയാൽ കിഴക്കൻ രാജ്യമാണ്. ഇസ്രായേലിന്റെ കിഴക്കൻ രാജ്യമാണ് അസീറിയ. ഇറാഖ്, അസീറിയ മാപ്പ് എടുത്ത് നോക്കുക, ഇസ്രായേലിന്റെ കിഴക്കൻ രാജ്യമാണ്, വടക്ക് കിഴക്കൻ രാജ്യമാണ് ഈ പറഞ്ഞത്. എന്നാൽ ദൈവത്തിന്റെ പ്രവചനം, യെഹെസ്കേൽ പ്രവചനം പറയുമ്പോൾ വടക്കേ അറ്റത്ത് നിന്ന്, നിന്റെ ദിക്കിൽ നിന്ന് നിന്നെ ചൂണ്ടൽ കൊളുത്തി കൊണ്ടുവരും. അപ്പൊ റഷ്യ അല്ല നേതൃത്വം, അസീറിയൻ രാജാവായിരിക്കും നേതൃത്വം എന്ന് സാക്ഷ്യപ്പെടുന്നുണ്ട്. അവിടെയും തെറ്റി. കാരണം ദൈവത്തിന്റെ വചനം യെഹെസ്കേൽ പ്രവചനത്തിൽ സാക്ഷ്യപ്പെടുന്നുണ്ട്, നീ അവർക്ക് മേധാവിയായിരിക്കാം. അപ്പൊ റഷ്യയിൽ നിന്ന് വരുന്ന ആ ഭരണാധികാരിയാണ് മേധാവി, തലവൻ. അപ്പൊ അതിലും വ്യക്തമാണ് ആന്റി ക്രൈസ്റ്റ് റഷ്യയിൽ നിന്നാണ് വരുന്നത് എന്ന് വ്യക്തമാണ്. ഇനി ആ 10 രാജ്യങ്ങൾ, അസീറിയ ഇതുവരെ 10 വിഭാഗിക്കപ്പെട്ടിട്ടില്ല, 10 രാജ്യങ്ങളായി മാറിയിട്ടില്ല. 10 രാജ്യങ്ങളാണ് ആന്റി ക്രൈസ്റ്റ് തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഇത് നോക്കുമ്പോൾ ഇവിടെയും കൃത്യമായി ഈ പറഞ്ഞ ദാനിയേൽ പ്രവചനം വ്യക്തമായി സാക്ഷ്യപ്പെടുന്നുണ്ട്. കാരണം 10 രാജ്യങ്ങൾ എഴുന്നേൽക്കുന്നത് ഒരു ജാതിയിൽ നിന്ന് തന്നെയാണ്. ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ചേർന്നാണ്, 10 രാഷ്ട്രങ്ങൾ ചേർന്നാണ് ആന്റി ക്രൈസ്റ്റിനെ തിരഞ്ഞെടുക്കുന്നുള്ളത്. പല ദുരുപദേശങ്ങളും ഉണ്ട്. മുസ്ലിം രാഷ്ട്രങ്ങൾ കൂടി യോജിച്ച് അവരിൽ നിന്നാണ് ആന്റി ക്രൈസ്റ്റ് വരുന്നത് എന്നുള്ളത് ഒരു ദുരുപദേശമുണ്ട്. എന്നാൽ ഇവിടെ ദൈവം പറഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ വചനത്തിലില്ല ഇസ്രായേലിന് ചുറ്റും കിടക്കുന്ന രാഷ്ട്രങ്ങളിൽ നിന്നാണ് ആന്റി ക്രൈസ്റ്റ് വരുന്നത് പറഞ്ഞിട്ടില്ല. വടക്കേ അറ്റത്ത് നിന്ന് വരുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യെഹെസ്കേൽ 38-39 ആ വചനം ചൂണ്ടിക്കാണിച്ചുതരാം. നേരത്തെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ്, എന്നാൽ ഇപ്പൊ പറയുന്നതിനോട് ബന്ധപ്പെട്ട് ഒന്ന് വ്യക്തമാക്കാം. യെഹെസ്കേൽ 38-ാം അധ്യായത്തിലാണ് ഈ ഭാഗം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 1 മുതൽ തന്നെ വായിക്കാം. ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ. ഇവിടെ ഗോഗെ എന്ന് വിളിക്കുമ്പോൾ ആ ഗോഗാണ്, റോഷ് വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഗോഗ്, അവരുടെ പ്രഭുവായ ഗോഗിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ യാക്കോബിനെ, എൻ്റെ ജനമായ, എൻ്റെ പ്രിയനായ യാക്കോബിനെ തെക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും എൻ്റെ ജനമായ ഇസ്രായേലിനെ ഈ ദേശത്തേക്ക് തന്നെ കൂട്ടിച്ചേർക്കും എന്ന് പറയുന്നുണ്ട്. ഇസ്രായേൽ എന്ന പദം വിളിച്ചത് ദൈവം യാക്കോബ് പിതാമഹനെയാണ്. സകല ഇസ്രായേലിനും ഉണ്ടായത് യാക്കോബ് എന്ന ആ വ്യക്തിയിൽ നിന്നാണ്. ആ യാക്കോബിൽ നിന്നുണ്ടായ വ്യക്തിയെ വിളിക്കുമ്പോൾ യാക്കോബിന് ദൈവം ഇട്ട പേരാണ് ഇസ്രായേൽ എന്ന്. അപ്പൊ ഇസ്രായേലിന് ഞാൻ കിഴക്ക് നിന്നും തെക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും കൂട്ടിച്ചേർക്കും എന്ന് പറയുമ്പോൾ അവിടെ യാക്കോബ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയെ കൂട്ടിച്ചേർക്കുമെന്ന അർത്ഥത്തിലല്ല പറഞ്ഞത്, സകല ഇസ്രായേൽ ജനത്തെയും കൂട്ടിച്ചേർക്കുമെന്നാണ് അവിടെ അർത്ഥമാണ്. യെശയ്യാവ് 40, 41, 42 ആ ഭാഗങ്ങളിൽ സാക്ഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ അക്ഷരികമായ അർത്ഥത്തിൽ ഇത് എടുക്കേണ്ട ആവശ്യമില്ല. എന്നിവയുടെ പ്രഭുവായ ഗോഗെ എന്ന് വിളിക്കുന്നതുകൊണ്ട് ഗോഗാണ് വരുന്നത്, റഷ്യയല്ല വരുന്നത് മേധാവി എന്ന് തെറ്റായ രീതി പഠിപ്പിക്കുന്നവരുമുണ്ട്. അപ്പൊ ആ ജനതയാണ് ഉദ്ദേശിക്കുന്നത്, ആ അർത്ഥത്തിലാണ് ഇത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഗോഗെ എന്ന് വിളിക്കുമ്പോൾ അത് റഷ്യ, ഇന്നത്തെ ഒരു വൻശക്തി, ലോകത്തിലെ ഒരു വൻശക്തിയാണ് റഷ്യ. അപ്പോൾ റഷ്യയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിവിടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും നിന്റെ സകല സൈന്യത്തെയും കുതിരകളെയും ഒട്ടൊഴിയാതെ സർവായുധം ധരിച്ച കുതിരച്ചേവകരെ ഒട്ടൊഴിയാതെ വാളും പരിചയും പലകയും എടുത്ത ഒരു മഹാസമൂഹത്തെ അവരോടുകൂടെ ഒട്ടൊഴിയാതെ
പരിചയും തലക്കോരികയും ധരിച്ച പാഴ്സികൾ, ഇന്നത്തെ ഇറാൻ, കൂശ്യർ, പൂത്യർ, ഗോമേര്, അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തൊഗർഗുമ ഗൃഹവും അതിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോടുകൂടെ പുറപ്പെടുമാറാക്കും. നിന്നോടുകൂടെ, ഗോഗിനോടുകൂടെ. അതിന്റെ നേതൃത്വം ആരാണെന്ന് അവിടെ പറയുന്നു. പുറപ്പെടുമാറാക്കും. ഒരുങ്ങിക്കൊള്ളുക, നീയും നിന്റെ അടുക്കൽ കൂടിയിരിക്കുന്ന നിന്റെ സമൂഹമൊക്കെ ഒരുങ്ങിക്കൊള്ളുവീൻ, നീ അവർക്ക് മേധാവിയായിരിക്കാം. അപ്പോൾ തലവൻ റഷ്യയിൽ നിന്ന് തന്നെയാണ്. ഇനി അത് ഏത് ദിക്കിൽ നിന്നാണ് വരുന്നതെന്ന് അതിന്റെ 15-ാം വാക്യത്തിലും പറയുന്നുണ്ട്. നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്ത് കയറി ഒരു മഹാസമൂഹവും മഹാസൈന്യവുമായി നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്ന് തന്നെ വരും. വ്യക്തമായിട്ട് പറഞ്ഞേക്ക് 15-ാം വാക്യത്തിൽ 38 എഹെസ്കേൽ 38:15. നിന്റെ ദിക്കിൽ നിന്ന് വടക്കേ അറ്റത്ത് നിന്നാണ് വരുന്നത്. അസീറിയൻ രാജ്യം കിടക്കുന്നത് കിഴക്കൻ രാജ്യമാണ്, ഇസ്രായേലിന്റെ വടക്ക് കിഴക്കൻ രാജ്യമാണ്. ഈ വചനപ്രകാരം തന്നെ അസീറിയ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. പിന്നെ 10 രാജ്യങ്ങൾ എഴുന്നേൽക്കുന്നത് ഇന്നും ഒരു അസീറിയ വിഭാഗിക്കപ്പെട്ടിട്ടില്ല. 10 രാജ്യങ്ങളായിട്ടൊന്നും മാറിയിട്ടില്ല. 10 അതിലധികമോ രാജ്യങ്ങളായി മാറിയിട്ടില്ല. അപ്പൊ ആ ജാതിയിൽ നിന്ന് തന്നെയാണ് ഈ 10 രാജ്യങ്ങൾ എഴുന്നേൽക്കുന്നത്. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോ നോക്കുമ്പോൾ ആ വചനം പരിശോധിക്കുമ്പോൾ അത് റഷ്യയിൽ സംഭവിച്ചു കഴിഞ്ഞു. റഷ്യ ഇന്ന്, പഴയ റഷ്യ 15 രാഷ്ട്രങ്ങളായി മാറി. അപ്പൊ ഇതിനകത്ത് 10 രാജ്യങ്ങളാണ് വരാൻ പോകുന്ന ഏകലോകാധിപതിയെ, ആന്റി ക്രേഷനെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ഇതിനെ സംബന്ധിച്ച് 2 വചനങ്ങൾ, അതിലധികം വചനങ്ങളുണ്ട്, എന്നാൽ 2 വചനങ്ങൾ തന്നെ വ്യക്തമായി നമുക്ക് സാക്ഷ്യം തരുന്നുണ്ട്. ദാനിയേൽ പ്രവചനം നമുക്ക് നോക്കാം. അതായത് വരാൻ പോകുന്ന ആ ഭരണാധികാരത്തെക്കുറിച്ച്, ആ ഭരണത്തെക്കുറിച്ച് ദാനിയേൽ പ്രവചനം സാക്ഷ്യപ്പെടുന്നുണ്ട്. പല പ്രവാചകന്മാരുടെ പല ആംഗിളുകളിൽ നിന്നുകൊണ്ടാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ ദാനിയേൽ പ്രവചനത്തിലൂടെ 4ാമതായി ഉത്ഭവിപ്പാനുള്ള ഒരു രാജ്യം, ഒരു മൃഗം, ആ അർത്ഥത്തിലാണ് അവിടെ സാക്ഷ്യപ്പെടുന്നത്. അതിനെ സംബന്ധിച്ച് ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ തരുന്ന സാക്ഷ്യം. നെബൂഖദ്നേസറിൽ നിന്ന് തുടങ്ങുന്നതായിട്ടാണ് അവിടെ സാക്ഷ്യപ്പെടുന്നത്. അപ്പോൾ ദാനിയേൽ പ്രവാചകൻ ജീവിച്ചിരുന്ന കാലം നെബൂഖദ്നേസറിന്റെ കാലയളവിലാണ്. നെബൂഖദ്നേസർ പിടിച്ചുകൊണ്ടുപോകുന്നവരുടെ കൂട്ടത്തിലുള്ള പ്രവാസിയായിരുന്നു, അടിമയായിരുന്നു ദാനിയേൽ. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനം പ്രാപിച്ച വ്യക്തിയായിരുന്നു, ദൈവത്തിന്റെ ഇടപെടലുള്ള ആളായിരുന്നു. അന്ത്യകാല പ്രവചനങ്ങൾ ഒരുപാട് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതാണ് ദാനിയേൽ. നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ പറയുന്നു. താൻ കണ്ട സ്വപ്നത്തിന്റെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു കൊടുക്കാൻ പറയുന്നു. അത് പറഞ്ഞു കൊടുക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാനിയേലിനെ സാക്ഷ്യപ്പെടുന്നു. ദാനിയേൽ അത് വെളിപ്പെടുത്തി കൊടുക്കുന്നു. ദാനിയേൽ വെളിപ്പെടുത്തുന്നതായ ഒരു സന്ദർഭമാണ്. ആ ഭാഗം ഒന്ന് വായിക്കാം. ദാനിയേൽ ഇങ്ങനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതിന്റെ 2-ാം അധ്യായം 28 മുതൽ, അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ പങ്കുവെക്കുന്നത്. എങ്കിലും ഇങ്ങനെ വായിക്കുന്നത്: എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിമത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായ ദർശനവും ആവിത്. രാജാവേ, ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമത്തയിൽ വെച്ച് തിരുമനസ്സിലുണ്ടായി. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിക്കാനിരിക്കുന്നത് അറിയിച്ചുമിരിക്കുന്നു. ദാനിയേൽ പറയാണ്: എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തനേക്കാളും അധികമായ ജ്ഞാനമൊന്നും ഉണ്ടായിട്ടല്ല, രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിനും തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയേണ്ടതിനും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. ദാനിയേൽ പറയുന്നു, രാജാവ് കണ്ട ദർശനമോ. ഇപ്പൊ രാജാവ് പറഞ്ഞിരിക്കുന്ന കൽപ്പന ഇതാണ്: കണ്ട സ്വപ്നം എന്താണെന്നും പറയണം, അതിന്റെ അർത്ഥം പറയണം. അവിടുത്തെ ആഭിചാരകന്മാർക്കും മന്ത്രവാദികൾക്കും ഒന്നും വെളിപ്പെടുത്താൻ പറ്റിയില്ല. ദാനിയേലിന് ദൈവം ഇതെല്ലാം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്.
തൻ്റെ പ്രാർത്ഥനയിൽ, രഹസ്യ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ മകന് വെളിപ്പെടുത്തി കൊടുക്കുക. സ്വപ്നം എന്താണ് കണ്ട സ്വപ്നവും പറയണം. അത് രാജാവ് വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ അത് വെളിപ്പെട്ട് കിട്ടിയിട്ട് ദാനിയേൽ പറയുകയാണ്, എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത് രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറും അരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാല് പാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറിഞ്ഞു വന്ന് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്ത് കളഞ്ഞു. ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്ന് വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു. പർവ്വതമായി തീർന്ന് ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്രേ സ്വപ്നം. നെബൂഖദ്നേസർ രാജാവ്, ബാബിലോണിയ സാമ്രാജ്യാധിപനായിരുന്ന നെബൂഖദ്നേസർ രാജാവ് കണ്ട സ്വപ്നം ഇതായിരുന്നു. ദാനിയേലിനോട് പറഞ്ഞു കൊടുത്തില്ല, ദാനിയേലിന് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തു. അതിന്റെ അർത്ഥവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദാനിയേലിന് പറഞ്ഞു കൊടുക്കുകയാണ്. ദാനിയേൽ അത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് അവിടെ പറയുന്നത്, ഇതത്രേ സ്വപ്നം. ഞാൻ മുൻപ് പറഞ്ഞതാണ് സ്വപ്നമെന്ന് ദാനിയേൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അർത്ഥവും അടിയങ്ങൾ തിരുമനസ്സുകൊണ്ട് അറിയിക്കുക. ഇതിന്റെ അർത്ഥവും പറഞ്ഞു തരാം. എന്നിട്ട് രാജാവേ, തിരുമനസ്സുകൊണ്ട് രാജാതി രാജാവാകുന്നു. സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈയിൽ തന്നു. എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതിയാക്കിയിരിക്കുന്നു. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. അപ്പൊ ആ ബിംബത്തിന്റെ തല കൊണ്ട് അർത്ഥമാക്കിയത് ബാബിലോണിന്റെ സാമ്രാജ്യാധിപനായ നെബൂഖദ്നേസർ രാജാവിന്റെ ഭരണത്തെയാണ് എന്നവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. തല കൊണ്ട് അർത്ഥമാക്കിയത് അതാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ്. പൊന്നുകൊണ്ടുള്ള തല തിരുമനസ് കൊണ്ട് തന്നെ. തിരുമനസ്സിലെ ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവഭൂമിയും വാഴുവാനിരിക്കുന്നതായി താമ്രം കൊണ്ടുള്ള മൂന്നാമത്തെ രാജ്യത്വം ഉത്ഭവിക്കും. അപ്പോൾ നെബൂഖദ്നേസർ രാജാവിന് ശേഷം പിന്നെ വന്നത് മേദ്യപേർഷ്യയാണ്. ദാരിയവേശിനെ കുറിച്ചൊക്കെ ദാനിയേൽ പ്രവചനത്തിൽ സാക്ഷ്യപ്പെടുന്നുണ്ട്. മേദ്യപേർഷ്യ രാജ്യത്തെ കുറിച്ചാണ് അവിടെ പറഞ്ഞത്. അതിനുശേഷം വന്നത് താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വം അലക്സാണ്ടർ ചക്രവർത്തിയാണ്, ഗ്രീക്ക് സാമ്രാജ്യം. അതാണ് അവിടെ പറയുന്നത്. താമ്രം കൊണ്ടുള്ള മൂന്നാമതൊരു രാജ്യത്വം ഉത്ഭവിക്കും. നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. നാലാമത്തെ രാജ്യത്വം എന്താണെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ സ്വന്തമായിട്ടൊന്നും നമ്മൾ വ്യാഖ്യാനിക്കാൻ പാടില്ല. ദൈവം എന്തു പറഞ്ഞു തരുന്നുവോ അത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കി പങ്കുവെക്കുകയാണ് വേണ്ടത്. അവിടെ അലക്സാണ്ടർ ചക്രവർത്തിക്ക് ശേഷം പിന്നെ ഭരിച്ചത് ആരാണെന്നല്ല ഇവിടെ നോക്കാൻ പറഞ്ഞത്. നാലാമത്തെ രാജ്യത്വം കൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. നാലാമത്തെ രാജ്യത്വം അലക്സാണ്ടറിന് ശേഷം ഭരിച്ച ആൾക്കാരെ കുറിച്ചാണോ പറയുന്നത്, അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത് അവിടെ നോക്കണം. കാരണം അങ്ങനെ നോക്കാനുള്ള ചില തെളിവുകൾ നമുക്ക് അവിടെ തരുന്നുണ്ട്. വായിക്കാം. നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ ബലമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെ ഒക്കെയും ഇടിച്ച് തകർത്ത് കളയും. കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പ് കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ? അപ്പൊ ഈ ബിംബത്തിന്റെ കാല് പകുതി കളിമണ്ണാണ്, പകുതി ഇരുമ്പ് കൊണ്ടുള്ളതാണ്. അതിന്റെ അർത്ഥം എന്താന്ന് പറയാ? അതിന്റെ താല്പര്യമോ? അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. ഭയങ്കര അത്ഭുതകരമാണ്. കാരണം ഭിന്ന രാജ്യത്വം, തമ്മിൽ ഐക്യമില്ലാത്ത 10 രാജ്യങ്ങളാണ് ആന്റി ക്രൈസ്റ്റിനെ തെരഞ്ഞെടുക്കാൻ പോകുന്നത്. അത് ആ ഒരു രാജ്യത്ത് നിന്ന് തന്നെ എഴുന്നേൽക്കാനുള്ള ആൾക്കാർ കൂടി ആയിരിക്കണം. അത് വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട്, അത് സാക്ഷ്യപ്പെടുത്താം. അപ്പോ എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ അപ്പോ കാലും കാൽവിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പ് കൊണ്ടുള്ളതായി കണ്ടതിന്റെ താല്പര്യമോ? അതൊരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതുപോലെ
അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ട് ആയിരുന്നതുപോലെ രാജത്വം ഒട്ടും ബലമുള്ളതും ഒട്ടും ഉടഞ്ഞു പോകുന്നതായിരിക്കും. രാജത്വം എപ്പോ വേണമെങ്കിലും ഉടഞ്ഞു പോകാം. അന്ന് ഒരുമിച്ചിരുന്ന ഒരു വൻ ശക്തിയുമാണ്. 10 രാജ്യങ്ങൾ ഒരുമിച്ച് നിന്ന് ആന്റി ക്രൈസ്റ്റ് തെരഞ്ഞെടുക്കുന്ന കാര്യമാണ് ഈ പറയുന്നത്. അത് വേറൊരു ഭാഗത്ത് ഒന്നും കൂടി വ്യക്തമാക്കുന്നുണ്ട്. ഉടഞ്ഞു പോകുന്നതായിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിന്റെ താല്പര്യം, ആ ഇടകലർന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. അപ്പൊ അതിന്റെ താല്പര്യം എന്താണ്? മനുഷ്യബീജത്താൽ ഈ പറഞ്ഞ വംശം തമ്മിൽ ഇടകലരുമെങ്കിലും തമ്മിൽ ഒരു വിവാഹ ഉടമ്പടി ഉണ്ടാകാം, ഒരുമിച്ച് ജീവിക്കുന്നവരാകാം, തമ്മിൽ ബന്ധമുണ്ടെങ്കിലും അവർ ഒരുമിച്ച് ചേരുകയും മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കും, അപ്പോൾ തന്നെ തമ്മിൽ ഭിന്നതയുമുണ്ട്. ഇതൊക്കെ ഇപ്പോൾ റഷ്യയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. റഷ്യ തന്നെ ആക്രമിക്കുന്നുണ്ട്, ജോർജിയ ആക്രമിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നാൽ അവർ ഒരുമിച്ച് നിൽക്കാൻ പോകുന്ന രാജ്യങ്ങളാണ്. റഷ്യയിൽ നിന്നാണ് ഈ പറഞ്ഞ രാജ്യങ്ങൾ എഴുന്നേറ്റുള്ളത്. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ 4ാമത് ഉത്ഭവിക്കാനുള്ള രാജ്യം അത് ഏതാണെന്ന് പറയുകയാണ്. അപ്പൊ നമുക്ക് ഒന്നും കൂടി ഉറപ്പിക്കാം, അത് അലക്സാണ്ടറിന് ശേഷം വന്ന ആളാണോ, അല്ലെങ്കിൽ ഇനി അന്ത്യകാലത്ത് വരാൻ പോകുന്ന രാജ്യത്തെ കുറിച്ചാണോ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് അതിന് താഴ്ത്തിട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ വ്യക്തമാകുന്നതാണ്. ഇങ്ങനെ വായിക്കുന്നു: അവർ മനുഷ്യബീജത്താൽ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. എന്നിട്ട് വ്യക്തമാക്കുകയാണ്, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്തൊരു രാജത്വം സ്ഥാപിക്കും. ആ രാജത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ദൈവത്തിന്റെ ഭരണത്തിൽ കർത്താവ് വരുന്നത് അന്നാണ്. യേശു വന്ന ഈ രാജത്വങ്ങളൊക്കെ നീക്കി നിത്യം നിലനിൽക്കുന്ന വേറൊരു ജാതികളല്ല പിന്നെ ഭരിക്കാൻ പോകുന്നത്. ഈ രാജ്യത്വങ്ങളൊക്കെ നശിപ്പിച്ച് തകർക്കുകയും ചെയ്യും, എന്നേക്കും നിലനിൽക്കുകയും ചെയ്യുന്ന രാജ്യത്വം ജീസസ് ക്രൈസ്റ്റിന്റെ രാജ്യത്വത്തെ കുറിച്ചാണ്. 1000 വർഷം ക്രിസ്തു ഭരിക്കുമെന്ന് വെളിപ്പാട് 20-ാം അധ്യായത്തിൽ സാക്ഷ്യപ്പെടുന്നുണ്ട്. ആന്റി ക്രൈസ്റ്റിന്റെ ഭരണത്തിന്റെ അവസാന സമയത്താണ്, ദൈവത്തിന്റെ സംഹാരത്തിന് ശേഷമാണ് ദൈവം വരുന്നത്. അതാണ് ഇവിടെ ഈ സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നിട്ട് അതിനെക്കുറിച്ച് പിന്നെയും പറയുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. കൈ തൊടാതെ ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമ്രവും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ? ആ മൊത്തം ആ ബിംബം തകർത്ത് ആ രാജ്യത്വം വേറെ ദൈവം സ്ഥാപിക്കുന്ന നശിച്ചു പോകാത്ത രാജ്യത്വം എന്താണെന്ന് വ്യക്തമാക്കിയും. അപ്പൊ തകർത്ത് കളഞ്ഞതായി കണ്ടതിന്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകും. അപ്പൊ 4ാമതായി ഉത്ഭവിപ്പാനുള്ള ആ രാജ്യത്തെ കുറിച്ചിവിടെ പറഞ്ഞു. ആ ഭിന്ന രാജ്യത്വമാണ്. ആ ഭിന്ന രാജ്യത്വങ്ങൾ ഒരുമിച്ച് ചേർന്നാണ്. എപ്പോ വേണമെങ്കിലും ഉടഞ്ഞു പോകാം, എപ്പോ വേണമെങ്കിലും ഒരുമിച്ച് നിൽക്കാം. അവരുടെ കാലത്താണ് കർത്താവ് തന്റെ രാജ്യത്വം സ്ഥാപിക്കാൻ പോകുന്നത് എന്ന് ഈ ഭാഗത്ത് സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവത്തിന്റെ രാജ്യത്വം, നിത്യരാജ്യത്വം. അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഈ ഭിന്ന രാജ്യത്വം കൊണ്ട് ഉദ്ദേശിച്ചത് അന്നാണ് ഇത് വരുന്നത് എന്ന് പറയുന്ന മറ്റൊരു ഭാവം കൂടി ദാനിയേൽ പ്രവാചകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നോക്കാം. അതിന്റെ 7-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം. ആ 4ാമത്തെ നെബൂഖദ്നേസറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഭാഗത്ത് സാക്ഷ്യപ്പെടുത്തിയ 4ാമത്തെ രാജ്യത്വത്തെ കുറിച്ച് ദാനിയേൽ വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത് വ്യക്തമായി വെളിപ്പെടുത്തി കൊടുക്കുന്നതാണ്. 7-ാം അധ്യായത്തിൽ സാക്ഷ്യപ്പെടുന്നുണ്ട്. അതിന്റെ 7-ാം അധ്യായം അതിന്റെ 19 മുതൽ വായിക്കാം. ഇങ്ങനെ വായിക്കുന്നു:
എന്നാൽ മറ്റേ സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി. അത് ബാബിലോണ്യ, മേദ്യപേർഷ്യ, ഗ്രീക്ക്, 4 രാജ്യത്വങ്ങളെ കുറിച്ച് അപ്പുറത്ത് പറയുന്നുണ്ട്. അതിന് ഗ്രീക്ക് കഴിഞ്ഞുള്ള 4ാമത്തെ രാജ്യത്വത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ വായിക്കുന്നുണ്ട് നമ്മളത്. അതിന്റെ 17ാം വാക്യത്തിലാണ്. 4 മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന 4 രാജാക്കന്മാരാകുന്നു. എന്നാൽ അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർ രാജത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജത്വം അനുഭവിക്കും. അതാണ് നിത്യരാജത്വം എന്ന് ആ ഭാഗത്ത് പറഞ്ഞത്, അവിടെ സാക്ഷ്യപ്പെടുത്തിയത്. ഒരു കാലത്ത് നീങ്ങിപ്പോകാത്ത രാജ്യത്വം സ്ഥാപിക്കുന്ന വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിക്കും, കർത്താവ് ഭരിക്കാൻ പോകുന്ന കാലം. അപ്പോൾ അതിനെക്കുറിച്ച് ഇവിടെയും പറയുക, സദാകാലത്തേക്കും വിശുദ്ധന്മാർ രാജ്യത്വം അനുഭവിക്കും. എന്നാൽ അവിടെ 4ാമത്തെ മൃഗത്തെക്കുറിച്ച് വീണ്ടും സാക്ഷ്യപ്പെടുത്തിയാണ്. എന്നാൽ മറ്റേ സകല മൃഗങ്ങളിലും വെച്ച്, ഏത് 3 മൃഗങ്ങളെ കുറിച്ച് പറയുന്നത് 4ാമതിനെ കുറിച്ചുകൂടെ പറയുകയാണ്. മറ്റേ സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതും ഇരുമ്പ് പല്ലും താമ്ര നഖങ്ങളും ഉള്ളതായി അതിഭയങ്കരമായതും തിന്നുകയും തകർക്കുകയും ശേഷിച്ചതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളയുകയും ചെയ്തതുമായ 4ാമത്തെ മൃഗത്തെക്കുറിച്ചും അവിടെ പറഞ്ഞ കാര്യം തന്നെ വിശദീകരിക്കണം. ഇവിടെ നമ്മളൊന്നും സ്വന്തമായിട്ട് വായിക്കാൻ, ഇത് കണ്ടുപിടിച്ചാൽ മതി. പുസ്തകത്തിൽ വായിച്ചന്വേഷിച്ചു നോക്കുകയും അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പുസ്തകം അരിച്ചു പെറുക്കിയാൽ മതി. കർത്താവിന്റെ പരിശുദ്ധാത്മാ നമ്മളെ സഹായിക്കണം. നമ്മുടെ അഹങ്കാരം കൊണ്ടോ നമ്മുടെ ബുദ്ധി കൊണ്ടോ നമ്മുടെ നികളഭാവം കൊണ്ടോ നമ്മുടേതായ എന്തെങ്കിലും കഴിവ് കൊണ്ടോ നമുക്ക് ഒരിക്കലും ഇത് പഠിക്കാൻ പറ്റില്ല. മാനുഷിക ബുദ്ധി ഇല്ല ഇതിനകത്ത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പൊരുൾ തിരിച്ചേരണം. അതാണല്ലോ നമ്മൾ പുതിയ നിയമത്തിലും വായിക്കുന്നത്. ഫിലിപ്പോസിനോട് വരുന്ന ഷണ്ടനോട് തേരിനോട് ചേർന്ന് നടക്കാൻ പറയുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം ഷണ്ടൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഫിലിപ്പോസിനോട് ചേർന്ന് തേരിൽ കയറി ബോധിപ്പിച്ചു കൊടുക്കാൻ പറയുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ച ഷണ്ടന്, പ്രധാന വിചാരകന്, ഐതോപ്യ രാജ്യയുടെ പ്രധാന, നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. പക്ഷെ യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിന് പൊരുൾ തിരിച്ചറിയാൻ പറ്റിയില്ല. ഫിലിപ്പോസ് ചേർന്ന് നടന്ന് അതിന്റെ പൊരുൾ തിരിച്ചു കൊടുത്തു. യേശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ വായിച്ചുകൊണ്ടിരുന്ന ഭാഗം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്, യേശു ക്രിസ്തുവിൽ നിവൃത്തിയായതാണെന്ന് പൊരുൾ തിരിച്ചു കൊടുത്തപ്പോഴാണ് ഷണ്ടന് തിരുവചനം വ്യക്തമായത്. അപ്പൊ എന്നതുപോലെ തന്നെ നമ്മളും ഈ പുസ്തകത്തിലേക്ക് ഊളിയിടുക. ഈ പുസ്തകത്തിൽ അത് മറച്ചു വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ നമുക്ക് പൊരുൾ തിരിച്ചു തരും. നമ്മുടെ മാനുഷിക ബുദ്ധി ഒന്നും പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ശിശുവിന്റെ നിഷ്കളങ്കതയോടുകൂടി മാത്രം നമ്മൾ ഈ പുസ്തകത്തിന്റെ മുമ്പാകെ ഇരുന്നാൽ മതി. കുഞ്ഞിനെ പോലെ കർത്താവ് അത് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല. ശിശുക്കളെ പോലെ ആകണം. യാതൊരു മുൻവിധിയുമില്ലാതെ ഇത് പഠിക്കാൻ ശ്രമിക്കണം. താൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന, അല്ലെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ആശയ സംഹിതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇത് പഠിക്കാൻ ശ്രമിക്കരുത്. കർത്താവ് എന്താണ് എന്നെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന മനോഭാവത്തിൽ, എൻ്റെ ഉള്ളിലിരിക്കുന്ന ആശയത്തിനനുസരിച്ചുള്ള, എൻ്റെ ചിന്താതിക്കനുസരിച്ചുള്ള വചനങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചാൽ തെറ്റായ രീതി പഠിച്ചു. നമുക്കറിയാമല്ലോ, യഹോവയുടെ സാക്ഷികൾ യേശു ദൈവമല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അതിന് പറ്റിയ വചനങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ, അതല്ലെങ്കിൽ നിരീശ്വരവാദികളായ ആളുകൾ നിരീശ്വരവാദത്തിന് യോജിക്കുന്ന വചനങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് നോക്കിയാൽ അതിനനുസരിച്ചുള്ള വചനം കിട്ടും ഇതിനകത്ത്. അത് കർത്താവ് പ്രവചിച്ചിട്ടുള്ളതാണ്. നീ അളക്കുന്ന അളവിൽ നിനക്കും അളക്കപ്പെടും. അപ്പൊ ദൈവത്തെ അളക്കാൻ, ദൈവജനത്തെ അളക്കാൻ ശ്രമിച്ചാൽ, നിന്റെ ബുദ്ധി കൊണ്ട് അളക്കാൻ ശ്രമിച്ചാൽ, നീ ഏതൊരു മാനുഷിക നിലയിൽ നിന്നുകൊണ്ട് ഇത് പഠിക്കാൻ ശ്രമിച്ചാൽ ആ നിലവാരത്തിലുള്ളത് നിനക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ കർത്താവ് എന്താണ് ഉദ്ദേശിക്കുന്നത്, കർത്താവ് എന്താണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ, പൊരുൾ തിരിയണമെങ്കിൽ ശിശുക്കളെ പോലെ ആയിരിക്കും. മുൻവിധികളൊന്നും ഉണ്ടാകരുത്. പഠിച്ചു വെച്ച ആശയ സംഹിതയിൽ ഉറച്ചെന്ന് പഠിക്കാൻ ശ്രമിക്കരുത്. ദൈവം എന്നോട് എന്താണ് പറയുന്നതെന്ന് പഠിക്കാൻ ശ്രമിക്കണം. അവിടെ കർത്താവ് നമ്മളെ സഹായിക്കാതിരിക്കില്ല. അന്വേഷിപ്പീൻ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. യേശു പറഞ്ഞ വാക്കാണത്, മാറ്റമില്ലാത്ത വാക്കാണ്. അപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറയണം. 4ാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യത്തെക്കുറിച്ച് പറയുകയാണ്. ഇത് ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ളതാണെന്നും ഈ കാലത്താണ് കർത്താവ് രാജ്യത്വം പ്രാപിക്കുന്നത്, രാജാവായിട്ട് വരാൻ പോകുന്നതെന്നൊക്കെ ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. അപ്പൊ ആ 4ാമതായിട്ടുള്ള രാജ്യം ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചുള്ളതാണെന്ന് വ്യക്തമാണ്. വായിക്കാം നമുക്ക്. അപ്പൊ 4ാമത്തെ മൃഗത്തെക്കുറിച്ച് 20-ാം വാക്യമാണ് 7-ാം അധ്യായം, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 20-ാം വാക്യമാണ് വായിക്കുന്നത്. മൃഗത്തെക്കുറിച്ചും അതിന്റെ തലയിലുള്ള, അപ്പോൾ 4ാമത്തെ മൃഗത്തെക്കുറിച്ചും അതിന്റെ തലയിലുള്ള 10 കൊമ്പുകളെ കുറിച്ചും. അപ്പൊ ദാനിയേൽ പ്രവചനം നമ്മൾ 2-ാം അധ്യായത്തിൽ വായിച്ചപ്പോൾ ഭിന്നരാജത്വമായിരിക്കും, കളിമണ്ണും ഇരുമ്പും തമ്മിൽ ചേർന്നതുപോലെ എന്നവിടെ പറയുമ്പോൾ ഇവിടെ അത് ഒന്നും കൂടി വ്യക്തമാക്കുകയാണ്. ആ 10 കൊമ്പ് അല്ലെങ്കിൽ ആ ഭിന്ന രാജ്യത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഇവിടെ ഒന്നും കൂടി വ്യക്തമാക്കി തരികയാണ്.
നാലാമത്തെ അതിൻ്റെ തലയിലുള്ള 10 കൊമ്പുകളെ കുറിച്ചും മുളച്ചു വന്നതും 3 കൊമ്പ് വീഴിച്ചതും കണ്ണും വമ്പ് പറയുന്ന വായുമുള്ളതും കൂട്ടുകൊമ്പുകളേക്കാൾ കാഴ്ചയ്ക്ക് വർണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചും ഉള്ള വിവരം അറിയാൻ ഞാൻ ഇച്ഛിച്ചു. ദാനിയേൽ ആഗ്രഹിക്കുകയാണ്. എന്താണ് ആ കൊമ്പുകൾ? ഈ ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്? ദൈവത്തിന്റെ ഭക്തന്മാരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മനോഭാവം ദാനിയേലിനും വരികയാണ്. എനിക്കത് മനസ്സിലാക്കണം, എനിക്കത് അറിയണം, ഞാൻ ആശിച്ചു, ഞാൻ ഇച്ഛിച്ചു, അതെന്താണെന്ന് അറിയാൻ ഞാൻ ഇച്ഛിച്ചു. നമുക്ക് ഈ മനോഭാവം ഉണ്ടാകണം. ദൈവം പറഞ്ഞിരിക്കുന്ന വചനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാനുള്ളൊരു താല്പര്യം, ദൈവത്തിലുള്ള ദാഹം. യേശു അത് പറയുന്നുണ്ട്, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങി കുടിക്കട്ടെ. ദൈവത്തിന്റെ പൊരുൾ തിരിച്ചറിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. അപ്പൊ അവിടെ പറയുന്നുണ്ട്, ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ കുറിച്ച് അത്ര. വിശ്വസിക്കുന്ന മക്കൾക്ക് മാത്രം കിട്ടുന്ന ശക്തിയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തി. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചാലാണ് നമുക്കിതൊക്കെ പൊരുൾ തിരിഞ്ഞു കിട്ടുകയുള്ളൂ. അത് ആശിക്കുകയാണ്. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുള്ളതായിട്ട് നമ്മിൽ വരുന്നത്. നമ്മൾ ആഗ്രഹിക്കണം. അപ്പൊ അത് ദാനിയേലോട് ആഗ്രഹിച്ചു. അതെന്താണെന്നറിയാൻ, മറ്റേ കൊമ്പിനെ കുറിച്ചും ഉള്ള വിവരം അറിയാൻ ഞാൻ ഇച്ഛിച്ചു. വയോധികനായവൻ, അപ്പൊ സ്വർഗത്തിൽ താൻ കാണുന്ന ഒരു വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജത്വം കൈവശമാക്കുന്ന കാലം വരികയും. ക്രിസ്തുവിന്റെ ഭരണമാണ് ആ പറഞ്ഞത്. വിശുദ്ധന്മാര് ഭൂമിയെ ഭരിക്കാൻ പോകുന്നത് കർത്താവിന്റെ ഭരണകാലത്താണ്. അപ്പോൾ വിശുദ്ധന്മാർ രാജത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് എന്ന് പറയുന്നത് വിശുദ്ധന്മാരുമായി അക്ഷരികമായി ഭൗതിക ശരീരത്തിൽ പരസ്പരം യുദ്ധം ചെയ്യുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. സഹനത്തിന്റെ മാർഗത്തിലൂടെ ദൈവത്തിന്റെ മക്കൾ പോരാടുന്ന കാര്യമാണ് ഈ പറയുന്നത്. കർത്താവ് പറയുന്നുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു എങ്ങനെ ലോകത്തെ ജയിച്ചത്? യേശു എങ്ങനെ പിശാചിനെ ജയിച്ചത്? അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. പീഡനം സഹിച്ചുകൊണ്ട് മനസ്സു മാറാതെ എത്ര പീഡനത്തിലൂടെ കടത്തിവിട്ടിട്ടും ദൈവഹിതങ്ങളെല്ലാം പ്രപഞ്ചത്തിൽ നിവൃത്തിയാക്കിക്കൊണ്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഇതായിരുന്നു യേശുവിന്റെ ജയം. അതാണ് കൊളോസ് ലേഖനത്തിൽ പൗലോസ് സാക്ഷ്യപ്പെടുത്തത്. അവൻ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ലോകത്തിന്റെ വീക്ഷണത്തിൽ പരാജയമായിട്ട് കണക്കാക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെ വീക്ഷണത്തിൽ, കർത്താവിന്റെ വീക്ഷണത്തിൽ കർത്താവ് പറഞ്ഞ എന്താണ്? ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശു എങ്ങനെ ജയിച്ചത്? കഷ്ടങ്ങളിൽ പിടിച്ചു നിന്നു. തന്നിലൂടെ നിവൃത്തിയാകാനുള്ള സകല പ്രവചനങ്ങൾക്കും നിവൃത്തി വരുത്തി. ക്രൂശി കിടന്നുകൊണ്ട് പറഞ്ഞ അവസാന വാക്കു തന്നെയായിരുന്നു, നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആത്മാവ് ഇറങ്ങിയത് ശരീരത്തിൽ. നിവൃത്തിയായി. എല്ലാ പ്രവചനങ്ങൾക്കും നിവൃത്തീകരണം വരുത്തി ഇറങ്ങിപ്പോയി. അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. കഷ്ടങ്ങളോ പീഡനങ്ങളോ കൊടുത്തിട്ട് പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പൊ ജയിച്ചു എന്നോട് പറയുന്നത് കഷ്ടങ്ങളിൽ പിടിച്ചു നിന്നു, ആദർശത്തിൽ നിന്ന് മാറിയില്ല. ആ അർത്ഥത്തിലാണ് ഇവിടെ വിശുദ്ധന്മാരുടെ യുദ്ധം ചെയ്തവർ ജയിക്കുന്നുണ്ടോ? അത് വിശുദ്ധന്മാർ തോറ്റുപോയി. ആ വചനത്തിൽ നിന്ന് മാറി കുറെ ആളുകൾ തോറ്റുപോകുന്നുണ്ട്, പിന്മാറിപ്പോകുന്നവരുണ്ട്. ഈ വിശുദ്ധ യുദ്ധത്തിൽ സഹനത്തിൽ നിന്ന് മാറിപ്പോകുന്നവരുണ്ട്, തെറ്റിപ്പോകുന്നവരുണ്ട്, ദുശീലങ്ങളിലേക്കും ദുസ്വഭാവങ്ങളിലേക്കും പോകുന്നവരുണ്ട്, കർത്താവിനെ ഉപേക്ഷിച്ച് കളയുന്നവരുണ്ട്, വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോകുന്നവരുണ്ട്, അല്ലെ കഷ്ടങ്ങളും പീഡനങ്ങളും വരുമ്പോൾ ദൈവത്തെ ഉപേക്ഷിച്ച് ലോകത്തിന്റെ വഴിയിലേക്ക് നീങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ പിന്നെ തോറ്റവരാണ്. നമുക്ക് തോറ്റവരെ നമുക്ക് അനുഗമിക്കേണ്ട കാര്യമില്ല, തോറ്റവരെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മൾ എബ്രായ ലേഖനം നോക്കുമ്പോൾ 11 അധ്യായത്തിൽ മുഴുവൻ സാക്ഷ്യപ്പെടുന്നത്, ആ എഴുത്തുകാരൻ സാക്ഷ്യപ്പെടുന്നത് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിച്ച ജയിച്ചു കയറിയ ആളുകളെ കുറിച്ച് മാത്രമേ അവിടെ സാക്ഷ്യപ്പെടുന്നുള്ളൂ. വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ് അവിടെ നിരത്തുന്നത്. തോറ്റുപോയ ആൾക്കാരുടെ ഒരൊറ്റ വ്യക്തികളുടെ ലിസ്റ്റ് അതിനകത്തില്ല. 11 അധ്യായം നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പൊ ജയിക്കുന്നവരാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. സഹനത്തിലും പിടിച്ചു നിന്ന് മുന്നേറുന്ന പിശാചിന്റെ പോരാട്ടം, പാപത്തിന്റെ ജഡത്തിന്റെ പോരാട്ടം, പാപത്തോടുള്ള ബന്ധത്തിലുള്ള പോരാട്ടം, ഇവിടെയൊക്കെ കർത്താവിൽ തന്നെ മുറുകെ പിടിച്ച് കയറിപ്പോരുന്ന, ജയിച്ചു കയറുന്ന അനുഭവം, പിന്തിരിഞ്ഞു പോകാത്ത അനുഭവം, ലോകത്തിലേക്ക് തിരിച്ചു പോകാത്ത അനുഭവം, ഇതാണ് ജയിക്കുക എന്ന് പറഞ്ഞത്. അതുകൊണ്ട് യേശു പറയുന്നുണ്ട്, കർത്താവ് ഞാൻ നിന്നെ അനുഗമിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷെ എൻ്റെ അപ്പനെ ഒന്ന് കുഴിച്ചിടുവാൻ അനുവാദം തരണം, ഞാൻ എൻ്റെ അപ്പൻ്റെ ശവസംസ്കാരമൊക്കെ ഒന്ന് നടത്തിയിട്ട് തിരിച്ചു വരാം എന്നൊരു വ്യക്തി പറയുന്നുണ്ട്. എനിക്ക് നിന്നെ അനുഗമിക്കാൻ ഇഷ്ടമുണ്ട്. അപ്പൊ യേശു പറഞ്ഞൊരു വാക്ക് തന്നെ, കലപ്പേ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുത്തനും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. ഭൗതികമായ ഒരു സുരക്ഷിത്വം ചിന്തിച്ചിട്ട് നിനക്ക് എൻ്റെ പുറകെ വരാൻ പറ്റില്ല, കഷ്ടങ്ങളുണ്ട്.
കൈവച്ചാൽ പിന്തിരിഞ്ഞു നോക്കരുത്. ഇറങ്ങി പുറപ്പെട്ടാൽ അത് മരിച്ച് അവസാനിക്കാൻ പാടുള്ളൂ. പിന്തിരിഞ്ഞ് ഓടിക്കളയരുത്. യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നത് പോലെയാണത്. യുദ്ധത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തോറ്റോടിക്കളയരുത്. ഒന്നുകിൽ അവിടെ മരിച്ചു വീഴണം, അല്ലെങ്കിൽ ജയിക്കണം. തോറ്റോടുന്നവൻ ഭീരുവാണ്. ഭീരുക്കൾ ദൈവരാജ്യത്തിൽ കടക്കയില്ലെന്ന് വെളിപ്പാടിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ജയിക്കുക എന്നുള്ളതുകൊണ്ട് വ്യക്തമാക്കുന്നുണ്ടത്. അപ്പോൾ വിശുദ്ധന്മാർക്ക് എൻ്റെ 21 വാക്യമാണ്, ദാനിയേൽ 7:21. ആ ജയിക്കുക എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞേക്കാം. അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണല്ലോ. അല്ലെ, അക്ഷരികമായിട്ട് ശാരീരം കൊണ്ട് ഒരു യുദ്ധമല്ല ഉദ്ദേശിക്കുന്നത്, ഭൗതിക യുദ്ധമല്ല. അപ്പൊ വയോധികനായവൻ വന്ന് അത്യുന്നതനായവന്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്തവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു. പല ആളുകളും വിശ്വാസത്തിൽ പോയി. അതാണ് പറയുന്നത്. അവൻ പറഞ്ഞതോ, നാലാമത്തെ മൃഗം, ഈ മൃഗം ആരാണെന്ന് പറയാം, നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. ഇത് ഇനി വരാൻ പോകുന്ന രാജ്യത്തെ കുറിച്ചാണ്. അത് അലക്സാണ്ടറിന് ശേഷം വന്ന രാജ്യത്വങ്ങളെ കുറിച്ചൊന്നുമല്ല. അത് ഈ താഴത്തേക്ക് വായിക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാവും. അലക്സാണ്ടറിന് ശേഷം പിന്നെ വന്നിട്ടുണ്ട് റോമൻ സാമ്രാജ്യമുണ്ട്, പല രാജ്യങ്ങളും വന്ന് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇത് പിന്നീട് വരുന്ന കാര്യം, കർത്താവ് രാജ്യത്വം പ്രാപിക്കുന്ന കാര്യം പറയുന്നത്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന രാജ്യത്വത്തെ കുറിച്ചാണെന്ന് ഇവിടെ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതിലും നമുക്ക് മനസ്സിലാക്കാം വരാൻ പോകുന്ന ആന്റി ക്രൈസ്റ്റിനെ കുറിച്ചാണെന്ന് വ്യക്തമാണത്. നോക്കാം. അപ്പൊ നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ. അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവഭൂമിയെയും തിന്ന് ചവിട്ടി തകർത്ത് കളയും. ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അപ്പൊ ഈ 10 കൊമ്പുകൾ 10 രാജാക്കന്മാർ എവിടെ നിന്ന് എഴുന്നേക്കാനുള്ളവരാണ്? ഈ രാജ്യത്ത് നിന്നുള്ള 10 കൊമ്പുകളോ. അപ്പൊ 10 രാജാക്കന്മാർ എവിടെ നിന്ന് എഴുന്നേക്കണം? ഈ രാജ്യത്ത് നിന്ന്, ആന്റി ക്രൈസ്റ്റ് വരുന്ന രാജ്യത്ത് നിന്ന്, വടക്കേ അറ്റത്ത് നിന്ന്, റഷ്യയിൽ നിന്ന്. യാഫത്തിന്റെ പാരമ്പര്യത്തിലാണ് ഗോഗ് മാഗോഗ് കിടക്കുന്നത്. വേറെ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇസ്മായിലിനെ കുറിച്ച് പ്രബോധിപ്പിച്ചിട്ട് ആ ഭാഗത്ത് ഇസ്മായിലിന്റെ വംശത്തിൽ നിന്നാണ് ഇത് വരാൻ പോകുന്നത്. ഇസ്മായിലിന്റെ വംശവും യഹൂദ്യ വംശവും തമ്മിൽ ഉണ്ടായിട്ടുള്ള അതിൽ നിന്ന് സന്തതിയാണ് വരാൻ പോകുന്നതൊക്കെ സാക്ഷ്യപ്പെടുന്നുണ്ട്. എന്നാൽ ആ സന്തതിയെക്കുറിച്ച് നമ്മൾ വംശാവലി എടുത്ത് നോക്കിയാൽ നോഹിന്റെ 3 ആൺമക്കളിൽ നിന്നുള്ള തലമുറകളാണ് ഈ ഭൂമി മുഴുവനുള്ളത്. ഷേം, ഹാം, യാഫത്ത്. നോഹ് ഭാര്യ, 3 ആൺമക്കൾ, അവരുടെ ഭാര്യമാര്, അവരിൽ നിന്നുണ്ടായ സന്തതി വരുമ്പോഴാണ് ഇന്ന് ലോകം മുഴുവനുള്ള 750 കോടിയോളം ജനങ്ങൾ. അപ്പോൾ ഇതിനകത്ത് ഷേമിന്റെ പാരമ്പര്യത്തിലാണ് ഈ പറഞ്ഞ യഹൂദിയൊക്കെ വരുന്നത്. ഷേം, ഹാം, യാഫത്ത്. ഷേമിന്റെ പാരമ്പര്യത്തിൽ അർപ്പക്ഷാദിന്റെ വംശാവലിയിൽപ്പെട്ടാണ് അബ്രഹാം പിതാവ് വരുന്നത്. അബ്രഹാം പിതാവിന്റെ വംശാവലിയിൽ നിന്നാണ് യഹൂദിയൊക്കെ ഉത്ഭവിക്കുന്നത്, യാക്കോബിന്റെ പിതാമഹൻ നിന്ന്. അബ്രഹാമിന്റെ ഇസാഖിന്റെ യാക്കോബ്, യാക്കോബിന്റെ വംശത്തിൽ നിന്നാണ് യഹൂദി എഴുന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ആന്റി ക്രൈസ്റ്റ് ഷേമിന്റെ പാരമ്പര്യത്തിൽ വരണം. എന്നാൽ ഇവിടെ യാഫത്ത്, ഗോഗ് മാഗോഗ് എന്ന് പറയുന്നത് യാഫത്തിന്റെ പാരമ്പര്യത്തിൽ നിന്ന് വരുന്നത്. യഹൂദി വംശത്തോട് യാതൊരു ബന്ധമില്ല. അപ്പൊ ആ രാജ്യത്ത് നിന്നുള്ള 10 രാജാക്കന്മാരാണ്. അത് അസീറിയ അല്ല, അസീറിയ കിഴക്കൻ രാജ്യവും വ്യക്തമാണ്. അവിടെ ഇതുവരെ എഴുന്നേറ്റിട്ടുമില്ല 10 രാജാക്കന്മാർ. 10 രാജ്യങ്ങളായി മാറിയിട്ടുമില്ല. എന്നാൽ റഷ്യ 15 രാഷ്ട്രങ്ങളായി മാറി. അതിൽ നിന്നുള്ള 10 രാജ്യങ്ങളാണ്. വടക്കേ അറ്റത്തുള്ള രാജ്യമാണ്. ആ ജാതിയിൽ നിന്നുള്ള 10 രാജ്യങ്ങളാണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അത് നിവൃത്തിയാകത്തക്കൊണ്ട് ഇപ്പോൾ റഷ്യ 15 രാഷ്ട്രങ്ങളായി മാറിയിട്ടുണ്ട്. അപ്പൊ എല്ലാ തിരുവഴുത്തിലും നിവൃത്തിയാകത്തക്കൊണ്ട് ഒരു അന്തരീക്ഷം വന്നേക്കും. അതെല്ലാം റഷ്യയിൽ കേന്ദ്രീകരിച്ച് നമുക്ക് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ദിക്ക് കൊണ്ട് ആ വംശത്തിന്റെ പ്രത്യേകത, അവിടെ ഇത്ര രാഷ്ട്രങ്ങളായി മാറിയിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് റഷ്യയിൽ നിന്നാണെന്ന്. അപ്പോൾ ഈ രാജ്യത്തു നിന്നുള്ള 10 കൊമ്പുകളോ 24 വാക്യമാണ്, എഴുന്നേൽപ്പാനിരിക്കുന്ന 10 രാജാക്കന്മാരാകുന്നു. അവരുടെ ശേഷം മറ്റൊരുത്തൻ എഴുന്നേൽക്കും. അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി 3 രാജാക്കന്മാരെ വീഴ്ചകളയും. നേരത്തെ പറഞ്ഞില്ല, അവരുടെ ഭിന്നതയുണ്ട്, ഐക്യവുമുണ്ട്. ഐക്യത്തിൽ നിൽക്കുന്നുണ്ട്, അപ്പോൾ തന്നെ ഭിന്നതയുമുണ്ട്. ഇത് അവിടെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ 2-ാം അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞത്. ഒട്ടു ബലമുള്ളതും ഒട്ടു ബലമില്ലാത്തതുമായിരിക്കും. വ്യത്യാസമുള്ളതായി 3 രാജാക്കന്മാരെ വീഴ്ചകളെയും. അവൻ അത്യുന്നതനായവന് വിരോധമായി, ആന്റി ക്രൈസ്റ്റിന്റെ കാലത്ത് സംഭവിക്കും. വെളിപ്പാട് 13 ഈ പറയുന്നത്. നമുക്ക് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയും. കർത്താവിന്റെ മക്കളെ പീഡിപ്പിക്കും. മുദ്രയേൽക്കണം, 666 എന്ന മുദ്രയേൽക്കാൻ നിർബന്ധിക്കും. മുദ്രയേൽക്കാൻ നിർബന്ധിക്കുന്ന സ്വതന്ത്ര ബുദ്ധി നമുക്കുണ്ട്. നന്മ തിരഞ്ഞെടുക്കാനും തിന്മ തിരഞ്ഞെടുക്കാനുള്ള സ്വതന്ത്ര ബുദ്ധിയിലാണ് നാം പരീക്ഷിക്കപ്പെടുകയുള്ളൂ.
അല്ല ഇന്ന് തെറ്റായിട്ടൊരു പഠനം നടക്കുന്നുണ്ട്. നമ്മളുടെ വാക്സിൻ എടുത്താൽ അല്ലെങ്കിൽ ആ മുദ്ര സ്വീകരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആന്റി ക്രൈസ്റ്റ് നമ്മുടെ ശരീരത്തിൽ ചിപ്പ് പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുബോധം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നമ്മുടെ DNA വ്യത്യാസം വന്നു പോകും. നമ്മൾ അറിയാതെ പല പാപ സ്വഭാവങ്ങളുള്ള വ്യക്തികളെ നമ്മൾ അറിയാതെ മാറിപ്പോകും. നമുക്ക് സ്വയമായിട്ട് അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. ഒരിക്കലുമില്ല, തെറ്റായ ഉപദേശമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ഇവിടെ ആവശ്യമെന്നാണ്. ആ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും പരിശോധിക്കപ്പെടുന്ന കാലം. ഇപ്പൊ പരിശോധിക്കപ്പെടുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്നത്? ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള ഒരു സ്വതന്ത്ര മാനസികാവസ്ഥ വ്യക്തികൾക്കുണ്ടായിരിക്കും എന്നുള്ള. അത് നഷ്ടപ്പെട്ട അവസ്ഥയിൽ നമ്മൾ ദൈവത്തിന് ന്യായം വിധിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ അബോധാവസ്ഥയിലായിപ്പോയി, നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത മാനസികാവസ്ഥയിലായിപ്പോയെങ്കിൽ കർത്താവ് നമ്മളെ എങ്ങനെ ന്യായം വിധിക്കും? സഹിഷ്ണുതയും വിശ്വാസം നീ കാണിക്കണമെന്ന് നമ്മളോട് എങ്ങനെ പറയും കർത്താവ്? അപ്പോ സ്വതന്ത്ര ബുദ്ധി നഷ്ടപ്പെടുന്ന പോലുള്ള ഒരു അവസ്ഥ നമ്മുടെ മനസ്സിന് ഒരിക്കലും വരികയില്ല. തെരഞ്ഞെടുക്കാനും തള്ളിക്കളയാനുള്ള, മൃഗത്തിന്റെ മുദ്ര ഏൽക്കണമെങ്കിൽ ഏൽക്കാം, ഏൽക്കാതിരിക്കാം, മരിക്കുന്നത് വരെ സഹിച്ചു നിൽക്കാനുള്ള കെൽപ്പുണ്ട് പരിശുദ്ധാത്മാ സഹായി. അപ്പൊ അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. തെറ്റായ പല ഉപദേശങ്ങളും ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് ദുരുപദേശങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് പഠിക്കണമെങ്കിൽ എല്ലാറ്റിനും കർത്താവിന്റെ വചനമായിട്ട് നമുക്ക് ഒത്തു നോക്കുമ്പോഴാണ് അതിന്റെ പൊരുൾ തിരിഞ്ഞു കിട്ടുകയുള്ളൂ. സഹിഷ്ണുതയെക്കുറിച്ച് ആ പറഞ്ഞ വചനം നമ്മൾ ചിന്തിച്ചപ്പോഴാണ് സ്വതന്ത്ര മാനസികാവസ്ഥക്ക് വ്യത്യാസം വരില്ലല്ലോ, ഒരു അടിമത്തത്തിലേക്ക് നമ്മുടെ മനസ്സ് മാറിപ്പോകില്ലല്ലോ. നമ്മുടെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് നമ്മൾ തിരഞ്ഞെടുക്കണ അനുസരിച്ചാണെന്നുള്ളത് ആ വാക്കുകൊണ്ട് വ്യക്തമാവുകയാണ് നമുക്ക്. അപ്പൊ അങ്ങനെ അത് മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ അവൻ അത്യുന്നതനായ വിരോധമായി പമ്പ് പറയുകയും അത്യുന്നതനായവന്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. അവൻ സമയമൊക്കെ മാറ്റും, നിയമമൊക്കെ മാറ്റാം, പുതിയൊരു നിയമം ഉണ്ടാക്കാൻ നോക്കും. പല സാമ്രാജ്യാധിപന്മാരും കലണ്ടറുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. റോമൻ സാമ്രാജ്യത്തിലെ പല രാജാക്കന്മാരും കലണ്ടറുകൾ മാറ്റി സ്ഥാപിച്ചു. അതിലൊരു കലണ്ടറാണ് ഇപ്പൊ 365 ദിവസം. ഇനി കർത്താവായ യേശു ഒരു കലണ്ടർ കൊണ്ടുവരുന്നുണ്ട്. ആ കലണ്ടറാണ് ദൈവം പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ കൊടുത്തിരുന്നത്. 30 ദിവസങ്ങൾ അടങ്ങുന്ന 12 മാസം. അതായത് ദൈവത്തിന്റെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 360 ദിവസമാണ്. ഈ 360 ദിവസം വെച്ചാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആന്റി ക്രൈസ്റ്റ് 3.5 കൊല്ലം സമ്പൂർണ്ണമായിട്ട് ലോകത്തെ പീഡിപ്പിക്കാൻ പോകുന്നു, തന്നോട് ചേർന്നിരിക്കുന്ന ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ പോകുന്നു ഒക്കെ സമ്പൂർണ്ണമായിട്ടും 3.5 കൊല്ലമാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 42 മാസം, 1260 ദിവസം, ഒരു കാലം, ഇരുകാലം, അരക്കാലം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഈ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകാം ദൈവത്തിന്റെ ഒരു മാസം എന്ന് പറഞ്ഞാൽ 30 ദിവസമാണ്. 1260 ദിവസം കൃത്യമായിട്ട്. അതാണ് ദൈവത്തിന്റെ കലണ്ടർ. കർത്താവായ യേശു ഭൂമിയിൽ രാജ്യത്വം സ്ഥാപിക്കുമ്പോൾ യേശു വിശുദ്ധന്മാരിന്റെ ഭൂമി ഭരിക്കുന്ന കാലത്ത് ഈ കലണ്ടർ പ്രകാരമായിരിക്കും ദൈവം സമയങ്ങളും നിയമങ്ങളും നീക്കുവാൻ പോകുന്നത്, നടത്തുവാൻ പോകുന്നത്. അപ്പൊ ആന്റി ക്രൈസ്റ്റ് അതിനു മുൻപ് കർത്താവ് ഭരിക്കാൻ വരുന്നതിന് തൊട്ട് മുമ്പ് അവൻ സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും. കാലവും കാലങ്ങളും കാലാംശവും അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. ഇവിടെ വ്യക്തമാകുകയാണ് ഈ 4ാമതായി ഉത്ഭവിക്കുന്ന രാജ്യം ആന്റി ക്രൈസ്റ്റ് എന്നത് വ്യക്തമായ തെളിവാണ്. കാലവും കാലങ്ങളും കാലാംശവും. അതായത് കാലം എന്ന് പറഞ്ഞാൽ 1 വർഷം, കാലങ്ങൾ എന്ന് പറഞ്ഞാൽ 2 വർഷം, കാലാംശം എന്ന് പറഞ്ഞാൽ 1/2 വർഷം, 3.5 വർഷം. ഇത് വെളിപ്പാടിൽ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന, വരാൻ പോകുന്ന ഏകാധിപതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അവനെക്കുറിച്ച് അവന്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കും. 1 കാലം, 2 കാലം, അരക്കാലം അവിടെ പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ വായിച്ചു വാങ്ങണം. അതൊക്കെ ദിവസങ്ങളായി പറയുന്നു 1260 ദിവസം, മാസങ്ങളായി പറയുന്നു 42 മാസം. കൂട്ടി നോക്കിക്കോ, കൃത്യം 3.5 കൊല്ലം സമ്പൂർണമായ അവന്റെ കീഴിലേക്ക്, ഭൂമി അവന്റെ കീഴിലേക്ക് വരാൻ പോകുന്ന സമയം. അപ്പൊ അത് ഇവിടെ പറയുന്ന ഈ 4ാമതായി ഉപയോഗിക്കുന്ന രാജ്യം ആന്റി ക്രൈസ്റ്റ് തന്നെയാണ്. അല്ലെങ്കിൽ അലക്സാണ്ടറിന് ശേഷം വന്ന രാജ്യത്വങ്ങളെ കുറിച്ചല്ല എന്നുള്ളതൊക്കെ നമുക്ക് ഈ തെളിവ് വചനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. അവൻ കാലവും കാലങ്ങളും കാലാംശവും അവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും. എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവന്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ചു മുടിക്കും. ഇതാണ് ദൈവത്തിന്റെ ക്രോധം ആന്റി ക്രൈസ്റ്റിന്റെ പുറത്തേക്കും അവനോടൊപ്പം നിൽക്കുന്ന ലോകരാജ്യങ്ങളിലും ജനങ്ങളുടെ പുറത്തേക്കും വരുന്ന ന്യായവിധി. കണ്ണ് ചീഞ്ഞഴുകും, നാവ് ചീഞ്ഞഴുകും, ശരീരഭാഗങ്ങൾ ചീഞ്ഞഴുകി പോകും, കൽമഴയുണ്ടാകും, ഭയങ്കരമായ പീഡനങ്ങൾ, ഭൂമി കുലുങ്ങും, നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീഴും. അതാണ് അന്തം വരെ നശിപ്പിച്ചു മുടിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും. ഇസ്രായേലിന്റെ ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ഇസ്രായേലിനെ മാത്രം ഉദ്ദേശിച്ചല്ല ഇവിടെ പറയുന്നത്. എന്താണ്? രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴ് എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും. അപ്പൊ സർവ്വഭൂമിയിലെ ഭരണം ആരിലേക്ക് വരാൻ പോവുകയാണ്? ഇത് കഴിഞ്ഞാൽ ആധിപത്യവും
രാജ്യങ്ങളുടെ മഹത്വം അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിൽ ലഭിക്കും. വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിക്കും. കർത്താവ് പറഞ്ഞല്ലോ, അപ്പോസ്തലന്മാരോട് ചോദിക്കുന്നു, കർത്താവ് ഞങ്ങൾ സകലം വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കിട്ടും? അപ്പൊ യേശു അവരോട് പറഞ്ഞ വാക്യതാണ്, പുനരുദ്ധാനത്തിൽ ഇസ്രായേൽ ഗോത്രം നിങ്ങൾ 12 ന്യായം വിധിക്കും. ഇതാണ് നടക്കാൻ പോണ കാര്യം. പുനരുദ്ധാനത്തിൽ, അത് 1000 വർഷം കർത്താവ് ഭരിക്കുന്ന സമയത്ത് ഈ യഹൂദന്മാരുടെ ഇടയിൽ, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ, ഇസ്രായേൽ മക്കൾ എന്ന് പറഞ്ഞാൽ 12 ഗോത്രങ്ങളാണ്, 12 ആൺമക്കളുടെ തലമുറകളാണ് ഇന്ന് ലോകം മുഴുവനുള്ള ഇസ്രായേൽ മക്കൾ. ഇതിലെ ഓരോ ഗോത്രത്തിനെയും ഭരിക്കാൻ പോകുന്നത് കർത്താവ് 1000 വർഷം ഭരിക്കുന്ന സമയത്ത് ഈ 1000 വർഷം ഈ ഇസ്രായേലിലെ ഓരോ ഗോത്രങ്ങളെയും ഭരിക്കാൻ പോകുന്നത് കർത്താവിന്റെ അപ്പോസ്തലന്മാരാണ്. അത് യേശു മുൻകൂട്ടി 2000 കൊല്ലം പറഞ്ഞെങ്കിൽ, പുനരുദ്ധാനത്തിൽ നിങ്ങൾ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. ഭരണാധികാരികൾ അവരാണ്. ഇവിടെ പറഞ്ഞപ്പോൾ അത് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്, മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിൽ ലഭിക്കും. അപ്പൊ ആകാശത്തിന് കീഴിലുള്ള ആധിപത്യം രാജ്യത്തൊക്കെ ആർക്ക് കിട്ടാൻ പോവുകയാണ്? വിശുദ്ധന്മാർക്ക് കിട്ടാൻ പോവുകയാണ്. കർത്താവിനെ അനുഗമിച്ച മക്കൾ, കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച മക്കളാണ് അന്ന് രാജാക്കന്മാരാകുന്നത്. സഹിക്കുന്നെങ്കിൽ കൂടെ വാഴുമെന്ന്, വാഴണമെങ്കിൽ സഹിക്കണം, ക്രൂശ് എടുക്കണം. യേശു പറഞ്ഞു, തന്നെത്താൻ പരിത്യജിച്ച് തന്റെ ക്രൂശും എടുത്തിട്ടല്ലാതെ ആർക്കും എൻ്റെ പിന്നാലെ വരാൻ കഴിയില്ല. കർത്താവിന് എന്തെങ്കിലും അനുഗ്രഹം മേടിച്ചിട്ട് പോകുന്ന ആളുകൾ അന്നും ഉണ്ടായിരുന്നു. കുഷ്ഠരോഗികൾ വന്നു, കർത്താവ് ഞങ്ങൾക്ക് കുഷ്ഠരോഗം മാറ്റി തരണമെന്ന് പറഞ്ഞു. യേശു അവർക്ക് കുഷ്ഠരോഗം മാറ്റി കൊടുത്തു. അവർ തിരിച്ചുപോയി. യേശുവിനെ അനുഗമിക്കാനൊന്നും അവർ തയ്യാറല്ല, യേശുവിന്റെ വചനാനുസരിച്ച് ജീവിക്കാൻ തയ്യാറല്ല. അവർക്ക് രോഗസൗഖ്യം കിട്ടിയാൽ മതി. പല ആളുകളും മരിച്ചുപോയി, മരിച്ചവരെ തിരിച്ചു കിട്ടാൻ വേണ്ടി യേശുവിന്റെ അടുത്ത് വന്നു. കർത്താവ് ഉയർപ്പിച്ചു കൊടുത്തു. പല രോഗികൾക്കും കർത്താവ് സൗഖ്യം കൊടുത്തു. എന്നാൽ കർത്താവിന്റെ വചനങ്ങൾ ഏറ്റെടുത്ത് യേശുവിന്റെ പുറകെ തന്നെ പോയി ആ വചനത്തിന്റെ സാക്ഷികളായി യേശു ജീവിച്ചതുപോലെ തന്നെ ആ സഹനത്തിന്റെ മാർഗത്തിലൂടെ അവരുടേതായ മതങ്ങൾ വിട്ട്, അവരുടേതായ പാരമ്പര്യങ്ങൾ വിട്ട് യേശുവിന്റെ വചനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച്, ആ നാമത്തിന് വേണ്ടി, ആ വചനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് മരിക്കുന്നു. അപ്പോൾ അതിൻ്റെതായ നിന്ദകളെ, പരിഹാസം, പല ബുദ്ധിമുട്ട്, ക്രൂശുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അങ്ങനെ ജീവിക്കുന്ന ആളുകൾ കടന്ന് സഹിക്കുന്നെങ്കിൽ കൂടെ വാഴും എന്ന് പറയും. എന്തെങ്കിലും അനുഭവം കിട്ടി സുഖമായിട്ട് ജീവിക്കുന്ന ഒരു ഉദ്ദേശമല്ല ഇവിടെ പറയുന്നു. സഹനമുണ്ട് ഈ വഴി. കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകക്കും. ആർക്കും ഇഷ്ടപ്പെടില്ല. യേശു മാത്രം ദൈവമുള്ളൂ, യേശുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, യേശുവാണ് വീണ്ടെടുപ്പുകാരൻ. പറയുന്നത് സത്യമാണ്. എന്നാൽ ലോകത്തിലെ ആളുകൾക്ക്, ജാതികൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. അപ്പൊ അവർ പകക്കും. ഇങ്ങനെ പറയുന്ന മക്കളെ പകക്കും, പീഡിപ്പിക്കും, ഉപദ്രവിക്കും, കൊന്നുകളയും, പരിഹസിക്കും. അതാണ് സകല ജാതികളും, എൻ്റെ നാമനിമിത്തം സകല ജാതികളും നിങ്ങളെ പകക്കും. അപ്പൊ അങ്ങനെ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന മക്കളെ അങ്ങനെ പകക്കുള്ളൂ. കർത്താവിന് എന്തെങ്കിലും അനുഗ്രഹം കിട്ടി തിരിച്ചു വന്ന പഴയ ജാതീയ പാശ്ചാത്തലത്തിലും പഴയ സാഹചര്യവും പഴയ സുഖ സൗകര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്ക് പകപ്പൊന്നും നേരിടണമെന്നില്ല. അവർ യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നില്ല, ആ നാമത്തിന്റെ സാക്ഷിയെ ജീവിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. അതാണ് വിശുദ്ധന്മാർ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ രാജത്വവും ആധിപത്യവും ആകാശത്തിന് കീഴിൽ എല്ലായിടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതന്റെ വിശുദ്ധന്മാരായ ജനത്തിൽ ലഭിക്കും. അവന്റെ രാജത്വം നിത്യരാജത്വമാകുന്നു. അപ്പൊ ഈ 4ാമത്തെ മൃഗം ആരാണെന്ന് മനസ്സിലാക്കാം. ആന്റി ക്രൈസ്റ്റാണ്. ആ കാലത്താണ് ആര് രാജ്യത്വം സ്ഥാപിക്കാൻ പോകുന്നത്? യേശു. അത്യുന്നതന്റെ അവന്റെ രാജത്വം നിത്യരാജത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. ഇങ്ങനെയാകുന്നു കാര്യത്തിന്റെ സമാപ്തി. അപ്പൊ 10 രാഷ്ട്രങ്ങൾ എഴുന്നേൽക്കുന്നതിന് ആ രാജ്യത്ത് നിന്ന് തന്നെ. അപ്പൊ അത് ഏത് രാജ്യമായിട്ടെന്ന് മനസ്സിലാക്കാം. വടക്കേ അറ്റത്ത് നിന്നെന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ വടക്കേ അറ്റത്ത് ഇറങ്ങുന്ന രാജ്യം ഏതാണ്? അപ്പൊ 10 രാജ്യങ്ങൾ എഴുന്നേൽക്കത്തക്കുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ള വടക്കേ അറ്റത്തുള്ള രാജ്യം ഏത് തന്നെയാണ്? റഷ്യ തന്നെയാണ്. എന്നാൽ തമ്മിൽ ഭിന്നത ഉണ്ടെന്നുള്ളത് ഇപ്പോഴും തെളിവാണ്. തമ്മിൽ ആക്രമണം ഇപ്പോഴും ഉണ്ട്. എന്നാൽ അവർ ഒരുമിച്ച് നിൽക്കാൻ പോവുകയാണ്. അപ്പൊ ഇവിടെ അസിറിയ അല്ല, വേറെ ഒരു രാജ്യങ്ങളുമല്ല, വരാൻ പോകുന്ന ആന്റി ക്രൈസ്റ്റ് ഏകലോകാധിപതി സാത്താന്യാൽ അധികാരം പ്രാപിച്ച് ഇസ്രായേൽ മക്കളെ പീഡിപ്പിക്കും. അതിനുശേഷം അവൻ ഉണ്ടാക്കി വെക്കുന്ന സ്റ്റാച്ചു, ആ സ്റ്റാച്ചുവിനെ വണങ്ങാത്തവരെ, ആ മുദ്ര സ്വീകരിക്കാത്തവരെ കഠിനമായ പീഡനത്തിലൂടെ കടത്തിവിടും. സ്വീകരിക്കുന്നവർക്ക് വലിയ അനുഗ്രഹങ്ങളും സുഖങ്ങളും അവൻ പ്രദാനം ചെയ്യും. അത്ഭുതങ്ങളും അടയാളങ്ങളും, അവന് വിശ്വസിക്കാൻ തക്കവണ്ണം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ലോകത്തിൽ നടക്കാൻ പോവുകയാണ്. ജാതികളെ വഞ്ചിക്കുന്ന പിശാച് ഈ ആന്റി ക്രൈസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കണം. ഭയങ്കരമായ സപ്പോർട്ട് ചെയ്യും. അപ്പൊ കർത്താവിന്റെ മക്കളാണ് അന്ന് പീഡിപ്പിക്കപ്പെടാൻ പോകുന്നത്. യേശു മാത്രം ദൈവമുള്ള വിഗ്രഹാരാധന പാപമാണ്. ദൈവം എന്ന് പറഞ്ഞ ആളത്തെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളത്വമാണ്. അത് മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കുന്ന ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ആളത്വമല്ല. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ആളത്വമാണ്. യെരമ്യാ പ്രവാചകനൊക്കെ ഇതിനെ സാക്ഷ്യപ്പെടുന്നുണ്ട്.
അങ്ങനെ ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് വിഗ്രഹാരാധന പാവമാണെന്ന് ചിന്തിക്കുന്ന, അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന, കർത്താവിന്റെ വചനത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്ന മക്കളൊക്കെ അന്ന് പീഡിപ്പിക്കപ്പെടും. പീഡിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ അവർ ഈ ആദർശമൊക്കെ വിട്ട് ഈ വചനമൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞ് അവരുണ്ടാക്കി വെക്കുന്ന സ്റ്റാച്യുവിനെ വണങ്ങുകയോ നമസ്കരിക്കുകയോ മുദ്ര സ്വീകരിക്കുകയോ ചെയ്താൽ ഒരു കുഴപ്പമില്ല. ഭൗതികമായിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിക്കും. 3.5 കൊല്ലം കഴിയുമ്പോൾ ഇത് അവസാനിക്കും. ദൈവത്തിന്റെ സംഹാരം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. അത് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, കർത്താവിന്റെ മക്കളെ, സത്യവചനം മനസ്സിലാക്കുക. വരാൻ പോകുന്ന ആന്റി ക്രൈസ്റ്റ് റഷ്യയിൽ നിന്നാണ്. 10 രാജ്യങ്ങൾ എഴുന്നേക്കാൻ പോകുന്ന ആ രാജ്യത്തു നിന്നാണ്. അതിനുള്ള നിവൃത്തീകരണമൊക്കെ കൃത്യമായി സംഭവിച്ചു കഴിഞ്ഞു. ആ 4ാമതായി ഉത്ഭവിക്കാനുള്ള രാജ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച് തന്നെയാണ്. അല്ലാതെ 3 രാജ്യത്വങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് അതിന് തൊട്ട് അടുത്ത് വരുന്ന രാജ്യത്തെ കുറിച്ചല്ല. ബാബിലോണിയ, മേദ്യ പേർഷ്യ, ഗ്രീക്ക് പറഞ്ഞിട്ട് അതിന്റെ തൊട്ടടുത്ത് വന്ന രാജ്യം അസീറിയ, അല്ലെങ്കിൽ ഈജിപ്തോ, അല്ലെങ്കിൽ റോമ ആണോ? ഈ ഓർഡറിലൊന്നും അല്ല ദൈവത്തിന്റെ ആത്മ പറയുന്നത്. ഓർഡറിലല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം തന്റെ രാജ്യത്വം സ്ഥാപിക്കുന്നത് എന്താണെന്ന് അതിന്റെ താഴത്ത് പറഞ്ഞപ്പോഴാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. യേശു രാജ്യത്വം സ്ഥാപിക്കുന്നത് എന്താണെന്ന് നോക്കുമ്പോഴാണ് യേശു രാജ്യത്വം സ്ഥാപിക്കാൻ പോകുന്ന ആന്റി ക്രൈസ്റ്റിന്റെ കാലത്താണ്. അങ്ങനെയാണെങ്കിൽ ആന്റി ക്രൈസ്റ്റ് ആയിട്ട് വരാൻ പോണ ആൾ ആര്യന് 4ാമത്തെ മൃഗമാണെന്ന് നമ്മൾ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ തിരുവചനത്തിൽ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന്റെ മക്കൾ ഈ വചനങ്ങളെ ഹൃദയം സംഗ്രഹിക്കുക. യേശു പറഞ്ഞൊരു വാക്ക് ഉറപ്പിക്കാം. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അന്ത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷണമായി കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, യേശുവേ, നിന്റെ വരവിനും ലോകാവസാനത്തിന്റെ അടയാളം എന്താണ്? ഞങ്ങൾക്കത് പറഞ്ഞു തരണം. നിന്റെ വരവ് എപ്പോഴാണ്? ലോകാവസാനത്തിന്റെ അടയാളം എപ്പോഴാണ്? അപ്പൊ യേശു പറഞ്ഞു കൊടുത്ത കുറെ കാര്യങ്ങളോട് പറഞ്ഞു കൊടുത്തു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റായിട്ട്, ഏറ്റവും അവസാനത്തെ അല്ല, അത് സ്വയമായ സുരക്ഷിതത്വം ഉപേക്ഷിച്ച് നിൽക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നത്, ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന നിങ്ങൾ കാണുമ്പോൾ, മത്തായി എഴുതി വെച്ച് പ്രത്യേകം, വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അതായത് മത്തായിയുടെ കാലത്ത് നടന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ വരയിട്ട് എഴുതി വെച്ചത്. അപ്പൊ ഏത് കാലഘട്ടത്തിലാണെങ്കിലും ജീവിക്കുന്നവൻ ചിന്തിച്ചോളട്ടെ. ഈ വചനം വിശ്വസിച്ച് യേശുവിനെ അനുഗമിക്കുന്ന മക്കൾ ചിന്തിച്ചോളട്ടെ. അതാണ് വായിക്കുന്നവൻ ചിന്തിച്ചോളട്ടെ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചോളട്ടെ. പട്ടണങ്ങളിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. നാട്ടിൻപുറങ്ങളിലുള്ളവർ പട്ടണങ്ങളിലേക്ക് കടക്കരുത്. അത് പ്രതികാരകാലമാകും, പീഡനകാലമാകും. അത് ഭൂതലത്തിലുള്ള സകലർക്കും വരും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗമെല്ലാം മത്തായി 24, മർക്കോസ് 13, ലൂക്കോസ് 21 ഈ അധ്യായങ്ങൾ നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാൽ കർത്താവിന്റെ വരവിന്റെയും ലോകാവസാനത്തിന്റെയും അടയാളങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ടും പറഞ്ഞ പോയിന്റാണിത്, ശൂന്യമാക്കുക. അത് കർത്താവ് എടുത്തു പറഞ്ഞു. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്ന കാണുമ്പോൾ, ഈ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്ന് പറയുമ്പോൾ പല കാലഘട്ടത്തിലും പല രാജാക്കളും, അലക്സാണ്ടർ ചക്രവർത്തിയും പന്നിച്ചോര അർപ്പിക്കാനും വിഗ്രഹത്തെ നമസ്കരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇസ്രായേൽ മക്കളെ പലപ്പോഴും ബിംബാരാധനയിലേക്ക് ക്രൂരമായി പീഡിപ്പിച്ച് ബിംബാരാധന ചെയ്യാൻ ശ്രമിച്ച പല സന്ദർഭങ്ങളും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എന്ന് സാക്ഷ്യപ്പെടുന്നുണ്ട്. ഇത് അന്ത്യകാലത്തെ കുറിച്ചുള്ള പറയാം. നിന്റെ വരവിനും ഇത് ചോദിച്ചത് എപ്പോഴാണ്? 2000 കൊല്ലം മുമ്പാണ്. അപ്പൊ ഇവരുടെയൊക്കെ കാലഘട്ടത്തിന് ശേഷമാണ് ശിഷ്യന്മാർ ഇത് ചോദിക്കുന്നത്, നിന്റെ വരവിനും ലോകാവസാനത്തിന് അടയാളം വന്നത്. അപ്പൊ സംഭവിച്ച കഴിഞ്ഞ കാര്യമല്ല ഇവിടെ പറയേണ്ടത്, ഇനി സംഭവിക്കാൻ പോണ കാര്യമാണ് യേശുവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവിടെ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ് ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ എന്ന് പറയുമ്പോൾ നമ്മൾ ദാനിയേൽ പ്രവചനത്തിൽ എന്താ പറഞ്ഞേക്കണെന്ന് ഈ ഭാഗം എടുത്ത് നോക്കുക. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ എന്നാണ് യേശു അവിടെ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ശൂന്യമാക്കുന്ന മ്ലേച്ഛത എന്താണെന്ന് ദാനിയേൽ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെന്ന് യേശു പറയുമ്പോൾ നമ്മൾ ദാനിയേൽ പ്രവചനം എടുത്ത് നോക്കുക. ദാനിയേൽ പ്രവചനം 11 അധ്യായത്തിന്റെ 30, 31 വാക്യത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുന്നതാണ്. ഇത് വരാൻ പോകുന്ന കാര്യമാണ് ആ പറഞ്ഞത്. ലോകാവസാനത്തിനും വരവിന്റെ അടയാളമല്ലേ ചോദിച്ചത്. അപ്പൊ നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കും. അപ്പൊ നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്യണം. ഇന്നിപ്പോ ഇസ്രായേൽ ദേശത്ത് നിന്ന് അവിടെ ഹോമയാഗങ്ങളൊന്നും നടത്തുന്നില്ല. മൃഗബലിയൊന്നും ഇപ്പൊ അവർക്കില്ല, കാരണം അവർക്ക് ദേവാലയം ഇല്ലല്ലോ. എല്ലാ ലോകത്ത് എവിടെ താമസിക്കുന്നു അവിടെയൊക്കെ സിനഗോഗുകളാണ്. കൂടിയിരുന്ന് പ്രാർത്ഥിക്കുവാനും ന്യായപ്രമാണം ധ്യാനിക്കുവാനും ഉപദേശിക്കുവാനൊക്കെയുള്ള കൂടിയിരിക്കുന്ന ഒരു സ്ഥലം സിനഗോഗുകൾ എന്ന് പറയും. ദേവാലയം ഇതുവരെ പണിതിട്ടില്ല അവര്. ദേവാലയം പണിത് കഴിയുമ്പോഴാണ് ഈ യാഗങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ അത് തുടങ്ങുമെന്ന് കർത്താവ് മുന്നമേ പ്രവചിച്ചു വെച്ചിരിക്കുക. 2500 കൊല്ലം മുമ്പേ ദാനിയേലിലൂടെ പ്രവചിച്ചു വെച്ചിരിക്കുകയാണ്. നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ പ്രതിഷ്ഠിക്കുന്നതാണ്. അപ്പൊ ആന്റി ക്രൈസ്റ്റ് വരാൻ പോകുന്നതിന്റെ ഒരു പ്രധാന കാരണമാണ് അവൻ എന്ത് ചെയ്യും? നിരന്തര ഹോമയാഗം നിർത്തൽ ചെയ്യും. അപ്പൊ നിർത്തൽ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? നിരന്തര ഹോമയാഗം ഉണ്ടാകണം. നിരന്തര ഹോമയാഗം ഉണ്ടാകണം എന്ത് സംഭവിക്കണം? ദേവാലയം പണിയണം.
അപ്പൊ യഹൂദൻ എവിടെയാണ് ദേവാലയം പണിയാൻ പോകുന്നത്? യഹൂദന്മാർ ദേവാലയം പണിയാൻ പോകുന്നത് ആദ്യമായി ദൈവം ദേവാലയം പണിയാൻ അനുവദിച്ച സ്ഥലം സോളമൻ രാജാവിനാണ് പണിയാൻ അനുവാദം കൊടുത്തത്. സോളമൻ പണിതത് ഇന്ന് മുസ്ലിങ്ങൾ, ഇന്ന് പാലസ്തീനികൾ താമസിക്കുന്ന ഡോംബ് ഓഫ് റോക്ക് എന്ന് പറഞ്ഞ അവരുടെ വിശുദ്ധ സ്ഥലമായിട്ട് അവർ കണക്കാക്കുന്ന ആ ഡോംബ് ഓഫ് റോക്ക് ഇരിക്കുന്ന പാലസ്തീനികൾ ഡോംബ് ഓഫ് റോക്ക് പണിതിരിക്കുന്ന അവരുടെ മുസ്ലിം പള്ളി പണിതിരിക്കുന്ന സ്ഥലത്താണ് പണ്ട് സോളമൻ രാജാവ് ആലയം പണിതിരുന്നത്. ആലയം ഇരുന്ന സ്ഥലമാണത്. അപ്പൊ അവര് യഹൂദന്മാർ ആലയം പണിയണമെങ്കിൽ അതേ സ്ഥലത്ത് അവർ ആലയം പണിയുകയുള്ളൂ. അതേ സ്ഥലത്ത് ആലയം പണിതതിന് ശേഷമാണ് അവർ ഹോമയാഗങ്ങൾ തുടങ്ങാൻ പോകുന്നത്. പഴയ ന്യായപ്രമാണത്തിന് മോശ മുഖാന്തരം കൊടുത്ത പ്രമാണങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പോയി. കാരണം ഇസ്രായേലിലെ 98% യഹൂദന്മാരും കർത്താവായ യേശുവിലോ പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്നില്ല. ഏകയാഗത്താലുള്ള കർത്താവായ യേശുവിന്റെ ബലിയിലൂടെയുള്ള പാപോധനത്തിൽ അവർ അംഗീകരിക്കുന്നില്ല. അവർ പഴയ നിയമത്തിലെ മൃഗബലികളിൽ തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പൊ അത് വീണ്ടും കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ സംബന്ധിച്ച് പാലസ്തീനികളും ഇസ്രായേൽ മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങൾ. കൈവശാവകാശം പാലസ്തീനികളുടെ കയ്യിൽ, എന്നാൽ അതിന്റെ സ്വയംഭരണം യഹൂദന്മാരുടെ കയ്യിൽ. ഇതാണ് ഇന്നത്തെ പ്രശ്നം. ഇത് ലോകജാതികൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം. ലോകജാതികൾക്ക് പരിഹരിക്കാൻ പറ്റുകയുമില്ല. കാരണം കർത്താവ് അത് പ്രവചിച്ചിട്ടുണ്ട്. ഇന്നേക്ക് 2500 കൊല്ലം മുമ്പ്, 2450 കൊല്ലം മുമ്പ് സക്രിയാവിലൂടെയൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. യെരുശലേമിനെ ഞാൻ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും, അതിനെ ചുമക്കുന്നവനൊക്കെയും വേദനപ്പെടും. അപ്പൊ ഭൂലോകത്തിൽ ഒരിക്കലും ആർക്കും പരിഹരിക്കാൻ പറ്റാത്തൊരു വിഷയമാണ് ജെറുസലേം. യെരുശലേമിനെ ഞാൻ സകല ജാതികൾക്കും ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കുമെന്നാണ്. ആർക്കും പരിഹരിക്കാൻ കഴിയും. ഏത് വൻശക്തി ഇടപെട്ടാലും പരിഹരിക്കാൻ പറ്റില്ല. അമേരിക്ക പോലുള്ള വൻശക്തി നിരന്തരം ഇടപെട്ടിട്ട് പരിഹരിക്കാൻ പറ്റുന്നില്ല. അപ്പോ അവിടെ അവൻ ഈ ഡോംബ് ഓഫ് റോക്ക് തകർത്ത് അവൻ യഹൂദന്മാർ ആലയം പണിയും. ആലയത്തിനകത്ത് പഴയ നിയമത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങും, ബലികൾ തുടങ്ങും, ഹോമയാഗങ്ങൾ തുടങ്ങും. അപ്പൊ ഈ സമയത്താണ് ലോകത്തിലെ സകല രാജ്യങ്ങളും ഇസ്രായേൽ മക്കൾക്കെതിരെ തിരിയും. എല്ലാവരും തിരിഞ്ഞ് ഇസ്രായേലിനെ തകർക്കണം, സംഭരിക്കണം, പാലസ്തീനികൾക്ക് അവരുടെ രാജ്യം തിരിച്ചു കൊടുക്കണം എന്നുള്ള ചിന്താഗതി ഉണ്ടാവും. ലോകത്തിലെ മാധ്യമങ്ങളിലെല്ലാം അത് വലിയൊരു വാർത്തയായിരിക്കും. അങ്ങനെയാണ് റഷ്യയുടെ നേതൃത്വത്തിൽ, അമേരിക്ക ഒരു വൻശക്തിയാണ്, യഹൂദനെ സഹായിക്കുന്ന രാജ്യമായതുകൊണ്ട് മറ്റ് അറബി രാജ്യങ്ങൾ, മുസ്ലിം രാജ്യങ്ങൾ, ലോകത്തെ സകല രാജ്യങ്ങളും ചേർന്ന് റഷ്യയുടെ നേതൃത്വത്തിൽ നീ അവർക്ക് മേധാവിയായിരിക്കുക എന്ന് പറഞ്ഞ വാക്കൊക്കെ കറക്റ്റായിട്ട് നിവൃത്തിയാൻ പോയി. റഷ്യയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ആ രാജ്യം പിടിച്ചെടുത്ത് ആ സ്ഥലം പിടിച്ചെടുത്ത് പാലസ്തീനുകൾക്ക് കൊടുക്കാനെന്ന വ്യാജേന ആന്റി ക്രൈസ്റ്റ് റഷ്യൻ നേതൃത്വം അവിടെ വരാൻ പോയി. അവൻ വന്ന് കീഴ്പ്പെടുത്തി യഹൂദന്മാരെ പീഡിപ്പിച്ച് യഹൂദന്മാരെ അടിമകളാക്കി. ഈ ലോകരാജ്യങ്ങളെല്ലാം കൂടി യഹൂദന്മാരെ വീണ്ടും പങ്കിട്ടെടുക്കും. ഇത് 1-ാം നൂറ്റാണ്ടിൽ AD 70 സംഭവിച്ചാന്നൊക്കെ തെറ്റായി പഠിപ്പിക്കുന്നുണ്ട്. AD 70 അവർ ചെതറി ഓടിയതാണ്, അവരെ രാജ്യങ്ങൾ പങ്കിട്ടെടുത്തതല്ല. ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന അന്ത്യകാലത്തെ പ്രവചനത്തെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവരെ സകല ജാതികളിലേക്കും ബദ്ധരായി കൊണ്ടുപോകുമെന്നാണ്. അപ്പൊ ജാതികൾ പങ്കിട്ടെടുക്കും. ഇത് അന്ത്യകാലത്ത് ആന്റിക്രൈസ്റ്റിന്റെ കാലത്ത് നടക്കാനുള്ള കാര്യമാണ്. അങ്ങനെ യഹൂദന്മാരെ അവർ വീണ്ടും പങ്കിട്ടെടുക്കും, അടിമകളാക്കി കൊണ്ടുപോകും പല രാജ്യങ്ങളും. അപ്പോഴാണ് അവന്റെ ഹൃദയത്തിൽ ചില ആലോചനകൾ തോന്നുന്നത്. എഹേസ്കേൽ 38-39 പറഞ്ഞ, കാരണം ഞാൻ തന്നെയാണ് ദൈവം എന്ന് അവന്റെ ഉള്ളിൽ ഒരു ആശയം വരും. എന്റെ സ്റ്റാച്ചു ഉണ്ടാക്കി യെരുശലേം ദേവാലയത്തിനകത്ത് വെച്ചാൽ മതി എന്ന് അവൻ പറയും. വചനമാണ് ഇതെല്ലാം. ഇത് തെസ്സലോനിക്ക ലേഖനത്തിലെ വാക്കാണിത്. അധർമൂർത്തി അവന് ആ ഭാഗം ഒന്ന് വായിക്കാം. തെസ്സലോനിക്കർക്ക് എഴുതിയ 2-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായത്തിലാണ് ആന്റിക്രൈസ്റ്റിനെ കുറിച്ചിരിക്കുന്ന ഭാഗമാണിത്. കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. ഇനി സഹോദരന്മാർ, 2-ാം അധ്യായം 1 മുതൽ തന്നെ വായിക്കും. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, യേശു എപ്പോഴാണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്, നമുക്കെപ്പോൾ പുനരുദ്ധാനം ഉണ്ടാകാൻ പോകുന്നത് എപ്പോഴാണ് എന്നതിനെ സംബന്ധിച്ച് തെസ്സലോനിക്കയിൽ നിന്ന് വിഗ്രഹാരാധകരായിരുന്ന തെസ്സലോനിക്ക മക്കൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവർക്ക് പ്രബോധനം കൊടുക്കുകയാണ് പൗലോസ്. കർത്താവ് എപ്പോഴാണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത്, അപ്പൊ കർത്താവിന്റെ അടുത്തേക്ക് നമുക്ക് പുനരുദ്ധാനം കിട്ടാൻ പോകുന്നത് എപ്പോഴാണ് എന്ന് പറയുകയാണ്. കർത്താവിന്റെ പ്രത്യക്ഷതയും യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം സംബന്ധിച്ച് ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നത്, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതിയെന്ന ഭാവത്തിലുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിലുള്ളകയും ഞെട്ടിപ്പോകുകയും വരുത്. ആരും ഏത് വിധേന നിങ്ങൾ ചതിക്കരുത്. എന്തിനു ചതിക്കരുത്? കർത്താവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള പുനരുദ്ധാനത്തെ കുറിച്ച് പറയുകയും ഈ വിഷയത്തിൽ ആരും നിങ്ങൾ എന്ത് ചെയ്യരുത്, ചതിക്കരുത്. കാരണം എന്താണ്? അതിനു മുമ്പ് എന്ത് നടക്കണം? ഈ 2 കാര്യം നടക്കുന്നതിന് മുമ്പ് എന്ത് നടക്കണം? ഇവിടെ പറയുന്നുണ്ട്, ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായും വെളിപ്പെടുകയും വേണം. ആദ്യം എന്ത് നടക്കണം? കർത്താവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ പുനരുദ്ധാനത്തിന് മുമ്പ് എന്ത് നടക്കണം?
ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മൂർത്തിയായവൻ വെളിപ്പെടുകയും വേണം. എന്നിട്ട് പറയാണ്, അവൻ ദേവാലയത്തിലിരുന്നുകൊണ്ട്, ആന്റി ക്രൈസ്റ്റിനെ കുറിച്ച്, അധർമ്മമൂർത്തി, ഏകാധിപതി, അധർമ്മമൂർത്തി, ആന്റി ക്രൈസ്റ്റ്, അവൻ എന്ത് ചെയ്യും? ആ സമയത്ത് അവനൊരു തോന്നലുകൾ തോന്നുന്നു. എഹേസ്കേൽ അവൻ എന്താ ചെയ്യാൻ പോണെന്ന് തെസ്സലോനിക്ക ലേഖനം എന്ത് ചെയ്തു എന്ന് കാണിക്കുന്നത് വെളിപ്പാട് 13. ഇതൊക്കെ പരസ്പരം കൃത്യമായി ബന്ധിക്കപ്പെട്ടിടക്കുകയാണ്. ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൻ എന്താ ചെയ്യാൻ പോകുന്നത്. അവൻ ദേവാലയത്തിലിരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ച്, അപ്പൊ ആന്റിക്രൈസ്റ്റ് എന്ത് ചെയ്യാൻ പോകണേ? അവന്റെ ഹൃദയത്തിൽ തോന്നുന്ന ഞാൻ തന്നെ ദൈവം, എന്റെ സ്റ്റാച്ചു ഉണ്ടാക്കി വെക്കാൻ പറയും, എന്റെ പേരിന്റെ സംഖ്യ 666 എന്ന മുദ്ര ലോകം മുഴുവനും കൊണ്ടുവരാൻ പറയും. ആ സംഖ്യ സ്വീകരിക്കുന്നവന് കൊടുക്കൽ വാങ്ങൽ ഉണ്ടായാൽ മതി. വസ്തു വാങ്ങാനോ വസ്തു വിൽക്കണമെങ്കിൽ ആ മുദ്ര സ്വീകരിക്കുന്നവർക്ക് മാത്രം അനുവദിച്ചാൽ മതി. ഇതാണ് പീഡനം ആന്റിക്രൈസ്റ്റ്. അപ്പൊ അവൻ ദൈവമായിട്ടാണ് അവൻ ചിന്തിക്കാൻ പോണത്. അവൻ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താനെ ഉയർത്തുന്ന എതിരാളി അത്രേ. ഇതാണ് കൃത്യമായ അവസാനത്തെ ഒരു അടയാളമായിട്ട്. ഇത് കണ്ടാൽ യേശുക്രിസ്തുവിൽ ജീവിക്കുന്ന മക്കളെ സംബന്ധിച്ച് പിന്നെ ജോലി ചെയ്ത് ഇവിടെ സുഖമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാന്ന് വിചാരിക്കണം. കർത്താവ് പറഞ്ഞൊരു പ്രവചനം അന്ന് ഉള്ളിലുണ്ടാവണം. തൻ്റെ ജീവനെ കളയുന്നവൻ അതിനെ നേടും, തൻ്റെ ജീവനെ നേടാൻ ഇച്ഛിക്കുന്നവൻ അതിനെ നഷ്ടപ്പെടുത്തും. അങ്ങനെ കർത്താവ് പറഞ്ഞിരിക്കുന്നു. ഇത് ഈ കാലഘട്ടത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞിരിക്കണം. ജീവൻ രക്ഷിക്കാൻ ഇച്ഛിച്ചാൽ അന്ന് നിന്റെ ജീവൻ നഷ്ടം, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പോകും. നിന്റെ ജീവൻ കൊടുക്കാൻ നീ തയ്യാറായി, മുദ്ര ഏൽക്കാതെ മരിക്കാൻ നീ തയ്യാറായി, രക്തസാക്ഷിയാകിയാണ്. ഒന്നാം പുനരുദ്ധാനത്തിൽ, ഇവിടെ തെസ്സലോനിക്കയിൽ പറഞ്ഞ ഒന്നാം പുനരുദ്ധാനം, ഇന്ന് റാപ്ചർ എന്നൊക്കെ പറഞ്ഞത് 2 പുനരുദ്ധാനമേ ഉള്ളൂ. മൂന്നാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അത് പിന്നെ പറയാനെ കുറിച്ച്. അപ്പോൾ പുനരുദ്ധാനം ചെയ്യണമെങ്കിൽ, ആ ഒന്നാം പുനരുദ്ധാനം നടക്കണമെങ്കിൽ ഈ കർത്താവിന്റെ നാമനിമിത്തം സഹിക്കണം, കഷ്ടം സഹിക്കണം. അപ്പൊ ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളികൾ. അപ്പൊ ഇവൻ ആദ്യമേ ഇത് നടക്കണം. എന്തിനു മുമ്പ്? കർത്താവിന്റെ പ്രത്യക്ഷതയും അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം. ആരോടെ പറഞ്ഞ? വിശ്വാസികളോട്, കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടു. നമ്മൾ പുനരുദ്ധാനം ചെയ്യപ്പെടാൻ പോകുന്നത്, കർത്താവ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നതും നമ്മൾ പുനരുദ്ധാനം ചെയ്യപ്പെടാൻ പോകുന്നതിനെ കുറിച്ച് ഞങ്ങളുടെ ഉപദേശം കേട്ട് പലതരത്തിൽ തെറ്റായ രീതിയിൽ ഞങ്ങൾ ഉപദേശിച്ചെന്നുള്ള രീതിയിലൊന്നും പോകരുത്. ആദ്യം എന്ത് നടക്കണം? വിശ്വാസത്യാഗം നടക്കണം. വിശ്വാസകോളത്തിൽ അധപ്പതനം, നാശയോഗ്യനും അധർമ്മൂർത്തിയായും വെളിപ്പെടണം, ആന്റി ക്രൈസ്റ്റ് വനം. അപ്പൊ കർത്താവ് പറഞ്ഞ ആ വചനം ഒക്കെയാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. ആരാണ് നിങ്ങൾ? കർത്താവെ, നിന്റെ വരവിനും ലോകാവസാനത്തിന്റെ അടയാളം എന്താണ്? വിശ്വസിച്ചവരോട് പറഞ്ഞു. വിശ്വസിക്കാത്ത യഹൂദന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? യേശു മശിഹായല്ല, ദൈവത്തിന്റെ പ്രവാചകനല്ല, കള്ളപ്രവാചകനാണെന്ന് വിശ്വസിക്കാത്ത യഹൂദന്മാരെ ഈ സുവിശേഷം വായിച്ച് അതനുസരിച്ച് അവർ നീക്കങ്ങൾ നടത്തുമോ? അവർ ജീവിക്കുമോ? അപ്പൊ ഇത് ചോദിച്ച ആളുകളോടാ പറയുന്നത്. ചോദിച്ച ആളുകൾ ആരാണ്? കർത്താവിൽ വിശ്വസിച്ച യഹൂദന്മാരാണ്. കർത്താവെ, നിന്റെ വരവിനും നിന്റെ വരവിന്. അപ്പൊ ചോദിച്ചവരോടാ പറഞ്ഞത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ. വിശ്വസിച്ച മക്കൾ നിങ്ങൾ ഓടിക്കോളാൻ പറയും. പട്ടണങ്ങളിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഇതാണ് വ്യക്തമായിട്ടൊരു അടയാളമായിട്ട് യേശു. ഇത് നമ്മൾ നോക്കിയാൽ മതി. കർത്താവിന്റെ മക്കൾ, യേശുവിൽ വിശ്വസിക്കുന്ന മക്കൾ, അറിയാൻ പാടാത്തൊരു വചനം പരിശോധിക്കുക. യേശുവിനെ വിശ്വസിച്ച് ദൈവരാജ്യം കാത്തിരിക്കുന്ന, കർത്താവിന്റെ രാജ്യത്ത് കടക്കാൻ ആഗ്രഹിക്കുന്ന, കർത്താവിന്റെ രാജ്യത്ത് യേശുവിനോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെ സംബന്ധിച്ച് ഇതാണ് വ്യക്തമായൊരു അടയാളം. ഇത് കണ്ടാൽ ഒന്നും നോക്കാനില്ല. ജോലിയില്ലെന്ന് ദൈവത്തിന് വേണ്ടി സ്വയം ജീവൻ പോലും കൊടുക്കേണ്ടി വന്നാൽ കൊടുക്കാൻ തയ്യാറാണ്. കർത്താവ് പറഞ്ഞ തന്നെത്താൻ പരിത്യജിച്ച് തൻ്റെ ക്രൂശും എടുത്തിട്ടല്ലാതെ ആർക്കും എൻ്റെ ശിഷ്യനാകാൻ കഴിയുകയില്ല. ഞാനിരിക്കുന്നിടത്ത് എൻ്റെ മക്കളും ഇരിക്കും. കർത്താവ് ഇരിക്കുന്നിടത്ത് നമുക്ക് ഇരിക്കാൻ കഴിയണമെങ്കിൽ, കർത്താവിനോടൊപ്പം സന്തോഷിക്കാൻ കഴിയണമെങ്കിൽ, കർത്താവിനോടൊപ്പം ദൈവരാജ്യത്തിൽ സ്ഥാനം കിട്ടണമെങ്കിൽ, കർത്താവിനോടൊപ്പം പുതിയ ആകാശവും പുതിയ ജീവിക്കണമെങ്കിൽ കർത്താവിന് വേണ്ടി കഷ്ടം അനുഭവിക്കണം. കർത്താവിന്റെ വചനം സ്വീകരിക്കണം, വചനാനുസരണം ചിന്തിക്കണം, വചനാനുസരണം പ്രബോധിപ്പിക്കണം. വേറെ മാർഗമൊന്നുമില്ല. മറിച്ച് ഈ വചനത്തിന്റെ വ്യവസ്ഥ ഏത് വിഷയത്തിലും മാറിപ്പോയാൽ അത് അബദ്ധത്തിലേക്ക് ചെന്ന് അവസാനിക്കും. കർത്താവിന്റെ മക്കൾ ശ്രദ്ധിക്കുക. യേശു പറഞ്ഞ വാക്കിന്റെ അടിസ്ഥാനത്തിൽ ആന്റി ക്രൈസ്റ്റ് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും അവസരങ്ങളുണ്ടെങ്കിൽ പിന്നീട് ഇനിയും നമുക്ക് ഷെയർ ചെയ്യാം. ആന്റി ക്രൈസ്റ്റ് ആരാണ് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കർത്താവിന്റെ ആത്മ നമുക്ക് വെളിപ്പെടുത്തുന്ന വചനങ്ങളാണ്. എനിക്കിതൊന്നും പങ്കുവെക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല. കർത്താവ് വളരെ പാപിയായിരുന്ന മനുഷ്യനായിരുന്നു, പാപത്തിന്റെ വഴി ജീവിച്ചിരുന്ന ആളായിരുന്നു. കർത്താവ് വലിയൊരു സ്നേഹവും കൃപയും കാണിച്ച് എൻ്റെ പാപങ്ങളൊക്കെ മോചിച്ചു വന്നു. കർത്താവിൻ്റെ കൃപയിലും തണലിലും
ഇത് 10-30 വർഷമായിട്ട് എന്നെ യേശു നടത്തുന്നു. ആ നടത്തുന്ന കാലഘട്ടത്തിൽ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഈ വചനങ്ങൾ, ഈ സത്യവചനം ഞാൻ ഒരിക്കലും അതിനു മുമ്പ് വായിച്ചിട്ടില്ല. എൻ്റെ 23-ാമത്തെ വയസ്സിലാണ് യേശുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിച്ച് എന്നെ വീണ്ടെടുത്തത്, എൻ്റെ പാപങ്ങൾക്ക് മോചനം തന്നത്. നിങ്ങളൊക്കെ അറിയിക്കും. എറണാകുളം ജില്ലയിലെ 18 കമ്പനി എന്ന് പറയുന്ന ഒരു അക്രമി സംഘത്തോടൊപ്പം ജീവിച്ചിരുന്ന വ്യക്തിയാണ്. 5 വർഷക്കാലം പാവവഴികളിൽ അക്രമത്തിൽ രസിക്കുന്ന മാനസികാവസ്ഥയിലായിരുന്നു. അങ്ങനെ പല ആളുകളെയും വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. പല ദുസ്വഭാവങ്ങൾക്കും ദുശീലങ്ങൾക്കൊക്കെ പാവപരമായ വഴിയിലൊക്കെ ജീവിച്ചിരുന്ന ആളാണ്. ജീവിതം നശിച്ചു, ഞാൻ നശിച്ചു പോവുകയാണ് എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ മരിക്കും, ഈ പാപ സ്വഭാവത്തിൽ തന്നെ ഞാൻ മരിച്ചു പോകും, ഇങ്ങനെ അക്രമികളാൽ പീഡിപ്പിക്കപ്പെട്ട് ഞാൻ മരിക്കും, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കും എന്നൊക്കെ ചിന്തിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു നല്ല ജീവിതം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല. എങ്കിലും ഞാൻ ആഗ്രഹിച്ചിരുന്നു. എങ്കിലും സ്വർഗത്തിലെ ദൈവം എനിക്കൊരു ജീവിതം തന്നു. ഇത്ര അക്രമി സംഘത്തോടൊപ്പം വളരെയധികം എൻ്റെ പല കൂട്ടുകാരും ആക്രമണത്താൽ നഷ്ടപ്പെട്ടു പോയി, സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കർത്താവായ ദൈവം എൻ്റെ തലയിലൊരു രോമം പോലും പൊട്ടാതെ അത്ഭുതകരമായി പല സാഹചര്യങ്ങളിൽ നിന്നും, പല ആക്രമണ സാഹചര്യങ്ങളിൽ നിന്നും, ഭീകരമായ ആക്രമണങ്ങളോ ശരീരാവയവങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകേണ്ടതായ പല സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവിടെയൊന്നും എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. ദൈവത്തിൻ്റെ നാമം വരുവാൻ, ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, ദൈവത്തിൻ്റെ ഈ വചനങ്ങൾ, സത്യവചനം നിങ്ങളോട് പങ്കുവെക്കുവാൻ എന്നെ ജീവനോട് നിർത്തിയിരിക്കുന്നു. ഓർക്കുക, എൻ്റെ പ്രാഗൽഭ്യം കൊണ്ടോ, എൻ്റെ പ്രത്യേകത കൊണ്ടോ, എൻ്റെ കഴിവ് കൊണ്ടോ, എൻ്റെ പ്രത്യേക മേന്മ കൊണ്ടോ ഒന്നുമല്ല നിങ്ങളോട് ഞാൻ പറയുന്നത്. പത്രോസ് പറഞ്ഞ വാക്കേ എനിക്കും പറയാനുള്ളൂ. ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, നസ്രായനായ യേശുവിൻ്റെ നാമത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ ഭക്തി കൊണ്ടും ശക്തി കൊണ്ടോ ഒന്നും അല്ല ഇത് പറയുന്നത്. ഏത് കൃപയാണോ കിട്ടിയിരിക്കുന്നത് ആ കൃപ പ്രകാശിപ്പിക്കുന്നത് ഞങ്ങളുടെ ഭക്തി കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, നസ്രായനായ യേശുവിൻ്റെ ഒരൊറ്റ സ്നേഹം കൊണ്ട് മാത്രം. അതുകൊണ്ട് പ്രിയരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ, എനിക്ക് കിട്ടിയ അനുഭവം, ഇത്ര ഭാവിയായി എന്നോട് കർത്താവ് ഇത്രയും സ്നേഹം തോന്നിയെങ്കിൽ നിങ്ങളെയൊക്കെ എത്ര അധികമായി അനുഗ്രഹിക്കും. അതുകൊണ്ട് ആ യേശുവിനെ സ്നേഹിക്കുക, യേശുവിനെ ഇഷ്ടപ്പെടുക. ഒരു മതത്തിലും ചേരണ്ട, ഒരു സഭയിൽ, ഒരു പെന്തക്കോ സഭയിലോ സംഘടിത ക്രൈസ്തവ മതങ്ങളിൽ ചേരണല്ല കാര്യം. യേശുവിനെ ഇഷ്ടപ്പെടുക. ഞാൻ ഈ പറഞ്ഞ തെറ്റിദ്ധരിക്കരുത്. നല്ല ആളുകൾ എല്ലായിടത്തും ഉണ്ട്. എല്ലാ മതങ്ങളുടെ കീഴിലായിക്കോട്ടെ, മതത്തിന് പുറത്തായിക്കോട്ടെ ഒക്കെ നല്ല മനുഷ്യർ ഒരുപാട് പേരുണ്ട്. നല്ലത് സ്വീകരിക്കുക, യേശുവിനെ ആരാധിക്കുക, ആത്മാവിൽ ആരാധിക്കുക. എന്നുവെച്ചാൽ ചടങ്ങല്ല ഇത്, അധരവ്യായാമമല്ല. നമ്മൾ ആ വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുക. ഇഷ്ടപ്പെടാൻ മാത്രമുള്ള വ്യക്തിത്വം വേറെ മോശമായിട്ട് ചിന്തിക്കാൻ വല്ലതുണ്ടോ എൻ്റെ യേശുവിൽ? ഈ ലോകത്തിന് കാഴ്ചവെച്ച മാതൃക, അതിനപ്പുറം ഒരു മാതൃകയുണ്ടോ? ഒരു പരിശുദ്ധനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെല്ലാം യേശുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ലേ? വേറെ ഏത് ആളത്വത്തിൽ നിന്നും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയരെ, കർത്താവ് എനിക്ക് തന്ന കൃപ നിങ്ങൾക്കും ധാരാളമായി തരട്ടെ. ഈ പരിജ്ഞാനം ധാരാളമായി നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ സത്യത്തിൻ്റെ പരിജ്ഞാനപ്രകാരം ജീവിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് കർത്താവ് തരട്ടെ. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സമൂഹത്തെ, മനുഷ്യരെ, കാരണം മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ നിങ്ങൾ എന്തിനു ഭയപ്പെടണം എന്നാണ് കർത്താവ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വചനത്തിലൂടെ. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ ഇപ്പോൾ നമുക്ക് കാണുന്നില്ലേ? മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ മരിച്ചു വീഴുന്നത്. ദൈവത്തിൻ്റെ ഒരു പ്രവചന നിവൃത്തി തന്നെ ലക്ഷങ്ങൾ മരിച്ചു വീഴുകയാണ്. ഈ ശ്വാസം എടുത്താൽ മരിച്ചു വീഴും. മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യൻ. അപ്പോൾ കർത്താവിലായിരിക്കുന്ന മക്കൾ കർത്താവിനെ സ്വീകരിക്കുക. കർത്താവിനെ അറിയാത്ത മക്കൾ കർത്താവിനെ സ്വീകരിക്കുക. ആ നാമത്തെ വിശ്വസിച്ച് ഏൽപ്പിച്ചു കൊടുത്താൽ നല്ലൊരു ജീവിതം ലഭിക്കും. നല്ലൊരു ജീവിതം കിട്ടി സന്തോഷിച്ച് ജീവിക്കുന്ന ഒരാളാണിത് പറയുന്നത്. ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ആയുസ് ദീർഘമായി കിട്ടുമെന്നോ, സമാധാനത്തോടെ ഇങ്ങനെ എനിക്ക് ജീവിക്കാൻ കഴിയുമെന്ന്. എനിക്ക് എൻ്റെ ഭാര്യ, 2 മക്കൾ, ഞങ്ങൾ സമാധാനമായിട്ട് സന്തോഷമായിട്ടും യേശുവിൽ സന്തോഷിച്ച്, യേശുവിൻ്റെ പാട്ടുകൾ പാടി, യേശുവിൽ സന്തോഷിച്ച്, യേശുവിൻ്റെ വചനം ധ്യാനിച്ച് ഞങ്ങൾ ജീവിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ലഭിക്കും. ഇത് ആ നാമത്തിൻ്റെ ഒറ്റ ബലം, ആ നാമത്തിൻ്റെ ഒറ്റ ശക്തി, ആ മഹാകരുണ, ആ സ്നേഹം ഒന്ന് മാത്രം നിങ്ങളുടെ ജീവിതത്തിലും കർത്താവായ ക്രിസ്തു ധാരാളമായ അനുഗ്രഹങ്ങളും സ്നേഹവും കൃപയും തരുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.